എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ആ ബ്രഹ്മാണ്ഡ പിപീലികാന്ത തനുഭൃസുജൃംഭമാണാസ്ഫുടം ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഭാസകതയാ സർവത്രയാ ദിവ്യതി സാ ദേവി ജഗദംബികാ ഭഗവതി ശ്രീരാജരാജേശ്വരി ശ്രീവിദ്യാ കരുണാനിധി ശുഭകരി ഭൂയാത് സദാ ശ്രേയസേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം ശിവ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വര. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രേഷ്ഠാചാര സഭയും പുനർജൻ എന്ന കൂട്ടായ്മയും കൂടി ചേർന്ന് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ഒരു തുടർ പരമ്പരയിലേക്ക് നാം പ്രവേശിക്കാൻ പോവാണ്. കഴിഞ്ഞ രണ്ടര വർഷത്തോളമായിട്ട് ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ക്ലാസ് ആരംഭിച്ചു. ശ്രേഷ്ഠാചാര സഭ എന്ന് പറഞ്ഞ് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമൊന്നുമില്ല, ഒരു കൂട്ടായ്മയാണ്. ഒരേ ആശയത്തിൽ ഒരാൾ ചേർന്ന കൂട്ടായ്മ കഴിഞ്ഞ 30-32 വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1990 കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നും നിരന്തരമായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ കാര്യം നിരന്തരമായി ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ കുടുംബങ്ങളുടെ അടിസ്ഥാനപരമായൊരു പ്രശ്നം കുലദേവതാചാരം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. പാരമ്പര്യമായി നമ്മുടെ പൂർവികന്മാർ ഏത് ആചരണമാണോ നടത്തി വന്നിരുന്നത് അത് വിസ്മരിച്ചു, അത് വിസ്മൃതിയാണ്ടുപോയി. പലർക്കും എന്താണെന്ന് പോലും വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു. പലർക്കും പാരമ്പര്യമായ ആചാര സമ്പ്രദായം അറിയുന്നില്ല. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ പ്രധാന പ്രശ്നം അതാണ്. കാരണം സമ്പത്തുണ്ടായാലും എന്തുണ്ടായാലും അത് വേണ്ടവർ അനുഭവിക്കുന്ന ഒരു ഈശ്വരാനുഗ്രഹം വേണമല്ലോ. കാരണം മനുഷ്യൻ എന്തു നേടിയെടുക്കാൻ കഴിയും? എത്ര നഷ്ടപ്പെട്ടാലും അവിടെ മനുഷ്യൻ ഉയർന്നു വരാൻ പറ്റും. എത്ര താഴെക്കിടയിലേക്ക് പതിച്ചാലും അവിടെ ഉയർന്നു വരാൻ പറ്റും. കാരണം അത്രയും ഊർജം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. പരിശ്രമം ചെയ്യുക ഏതിനെയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രയും മനുഷ്യരെ പാലിലയച്ച ദേശം. ഈ ലോകത്ത് പരിശ്രമത്തോട് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന പൂർണ്ണമായ ബോധമുള്ള ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം.
പക്ഷെ ഇടക്കാലത്ത് വന്ന പലതരം അപചയങ്ങളെ കൊണ്ട് ഇതിനെ മറന്നുപോകും. അപ്പൊ നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം മനുഷ്യൻ ശക്തനാണ്. അവന് ബുദ്ധി കൊണ്ടാണെങ്കിലും ശാരീരികക്ഷമത കൊണ്ടാണെങ്കിലും കഴിവുകളെ കൊണ്ടാണെങ്കിലും ബുദ്ധി കൊണ്ടാണെങ്കിലും എല്ലാം വളരെ പൂർണ്ണനാണ്. നേടിയെടുക്കാനും കഴിയും. പക്ഷെ പലപ്പോഴും പല പ്രതിബന്ധങ്ങൾ ഉണ്ടാവുന്നു. നേടിയെടുക്കുന്നത് വേണ്ട പോലെ അനുഭവിക്കാൻ പറ്റുന്നു. അതെന്താണ് കാരണം എന്നന്വേഷിച്ച് കാണാൻ കഴിയും. എല്ലാം വേണ്ട പോലെ കൂട്ടിച്ചേർക്കുന്നത് ഒരു ഈശ്വരാനുഗ്രഹം, ഒരു ഈശ്വരാനുഗ്രഹമാണ്. ഞാൻ സാധാരണ കഴിഞ്ഞ 30 വർഷമായിട്ട് ആവർത്തിച്ചൊരു ഉദാഹരണം ഇവിടെ ആവർത്തിക്കാം. കാരണം കൂടുതൽ ആളുകളും പുതിയ ആളുകളാണല്ലോ. സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ലളിതമായ സംഗതിയാണ് അല്ലേ? സാമ്പാറിനെ എല്ലാവർക്കും അറിയാം. ഒരു കുടുംബത്തിലെ 10 പേരുണ്ട്, 10 അമ്മമാർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. സാമ്പാർ ഉണ്ടാക്കാൻ എന്താ വേണ്ടത്? കുറച്ച് കഷ്ണങ്ങളും മസാലപ്പൊടികളും എല്ലാം കൂടി ചേർത്ത് സാമ്പാർ ഉണ്ടാവും. പക്ഷേ ഈ സാമ്പാർ ഉണ്ടാക്കാൻ മത്സരം വെച്ചു വിചാരിക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന സാമ്പാറിന് ഒരു സ്വാദല്ലല്ലോ അല്ലേ? ഇച്ചിരി സാമ്പാർ ഉണ്ടായാൽ വളരെ ഗംഭീര സാമ്പാറായിരിക്കും. അടുക്കളയിൽ സാമ്പാർ വെച്ചാൽ മതി. ഉമ്മറത്ത് വരുന്ന അറിയാം സാമ്പാറാണേ, നമുക്കറിയാം. ചില വീടുകളിൽ പോയാൽ അമ്മമാർ വിളമ്പുമ്പം പറയും സാമ്പാറാണേ എന്ന് പറഞ്ഞെങ്കിലൊക്കെ ബോധ്യമാവും. സാധാരണ അനുഭവിക്കുന്നതാണ്. എന്താ വ്യത്യാസം? ഒരേ ഭൗതിക സാഹചര്യം, ഒരേ വിജ്ഞാനം, ഒരേ ഭൗതിക വസ്തുക്കൾ ഇതെല്ലാം കൂടി ചേർന്ന് വന്നാലും സാമ്പാർ ആവുന്നില്ല. അപ്പോൾ ചില അമ്മമാർക്ക് നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. ആ അമ്മമാർക്ക് നമ്മൾ എന്താണ് പറയുക? അവർക്ക് കൈപ്പുണ്യം ഉണ്ടെന്ന് പറയും. ഞാൻ സാധാരണ പറയും കൈപ്പുണ്യം ഉണ്ടാവും. അപ്പൊ ഈ കൈപ്പുണ്യം കൂടെ ഉണ്ടെങ്കിലേ സാമ്പാറാവുള്ളൂ. അതിന് ഭൗതിക സാഹചര്യങ്ങൾ ഒന്നും നമുക്ക് പോരാ. ചില വീടുകളിലെ ചില അമ്മമാര് ചില കാര്യം കുറഞ്ഞു പോയാലും ഉണ്ടാകുന്ന കറിക്ക് നല്ല സ്വാദുണ്ടാവും. അവർക്ക് നല്ല കൈപ്പുണ്യം ഇട്ടിട്ടെന്ന് നമ്മൾ പറയും. അതൊരു ജീവിത വിജയത്തിന് വിദ്യാഭ്യാസം വേണം. ആർക്കും നേടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഏത് പ്രതികൂല സാഹചര്യം വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിയും. കഷ്ടപ്പെട്ട് സമ്പത്തുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൽ ആവശ്യം മുഴുവൻ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രമിച്ചാൽ പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അത് വേണ്ട പോലെ ആയിത്തീരണമെങ്കിൽ എന്ത് വേണം? ഈ അമ്മയ്ക്ക് കൈപ്പുണ്യം ഉള്ളതുപോലെ നമുക്കൊരു ഈശ്വരാനുഗ്രഹം. ആ ഈശ്വരൻ എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. നമ്മുടെ ഈശ്വരൻ നമുക്ക് പുറമേയൊന്നുമല്ല. സ്വർഗസ്ഥനായ ഒരു ഈശ്വരനെ പറ്റിയല്ല ഭാരതീയമായ സങ്കല്പം. ഈശ്വരൻ എവിടെയാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാർ 2 ഉത്തരമുണ്ട്. ഒന്ന്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. എല്ലായിടത്തും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. ഏത് സാധാരണ കർഷകനോടും വിദ്യാർത്ഥിയോടും സന്യാസിയോടും ചെയ്ത ഉത്തരം കിട്ടുക അണോരണീയാൻ മഹതോ മഹീയ. പിന്നെയോ ഓരോ പരമാണുവിലും ഈശ്വര ചൈതന്യമുണ്ട്. ഓരോ പരമാണുവിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞർത്ഥം ഈ പ്രപഞ്ചം സൃഷ്ടമായത് പരമാണുക്കളെ കൊണ്ടാണ്. ഓരോ പരമാണുവിലും അഥവാ പരമാണുവിനെ ഭേദിച്ചാൽ അതിനുള്ളിലും ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് നമുക്ക് ഈശ്വരൻ. ഞാനും നിങ്ങളും ഈ പ്രപഞ്ച എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും എല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അവിടെ ഓരോന്നിലൂടെയും ഈശ്വരത്തെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഓരോന്നിലും ഈശ്വര ചൈതന്യമുണ്ട്. ഹിന്ദുക്കൾ സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ജലാശയത്തിൽ കുളത്തിൽ കുളിക്കുന്നു. ആ കുളത്തിലെ ജലത്തെ ഒരു ദേവതയാണോ? ഗംഗയെ യമുനയെ ചെയ്വ തുടങ്ങി മന്ത്രം ജപിച്ചു ആ ജലദേവതയെ ആരാധിക്കും. ജലത്തിലൂടെ നമ്മൾ ദേവതയെ ആരാധിക്കും. ജലം നമുക്ക് ആദരണീയമാണ്, പൂജാർഹമാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ സൂര്യൻ നോക്കി നാം ഗായത്രി മന്ത്രം ജപിക്കും. സൂര്യനുള്ള ചൈതന്യം ഈശ്വര ചൈതന്യം തന്നെയാണ്. അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ആൽമരം കാണും, അതിന് പ്രദക്ഷിണം വെക്കും. ആലിലുള്ള ചൈതന്യം ഈശ്വര ചൈതന്യം. വൃക്ഷത്തിലൂടെ നമുക്ക് ഈശ്വരനെ ആരാധിക്കാം. ക്ഷേത്രം പ്രദക്ഷിണം വെക്കുന്നു. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടൊക്കെ ക്ഷേത്രമാണ്. പക്ഷെ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നു. അവിടെ ഈശ്വര ചൈതന്യമുണ്ട്. പവിത്രമായി നമ്മൾ ആ സങ്കേതത്തെ കാണുന്നു. അവിടുത്തെ വിഗ്രഹം മണ്ണുകൊണ്ടോ ശില കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയതായിരിക്കാം. അത് നമ്മൾ തൊഴുന്നു.
അവിടെ ഈശ്വര ചൈതന്യം നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഒരാളെ ചവിട്ടിപ്പോയി. സാധാരണ സംസ്കാരമുള്ള ഹിന്ദുവിൻ്റെ എന്താ ചെയ്യുക? അയാളെ തൊട്ട് തൻ്റെ ഹൃദയത്തിൽ വെച്ച് ശിരസിൽ വെച്ചു. അയാളുടെ ഉള്ളിലുള്ള ചൈതന്യവും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഇതേ ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് ഓരോ പ്രാവശ്യം ഉറപ്പ് വരുത്തി. അപ്പൊ നമ്മുടെ ഉള്ളിലും ഉള്ള ചൈതന്യം ഈശ്വര ചൈതന്യം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും പ്രപഞ്ചത്തിലെ ഭാഗം. അപ്പൊ നമുക്കൊരു പ്രതിസന്ധി വന്നു, പ്രശ്നം വന്നു. എവിടുത്തെ ഈശ്വരൻ നമ്മളെ രക്ഷിക്കുക? നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയാണ് നമ്മൾ രക്ഷിക്കുക. അടിസ്ഥാനപരമായ ഹിന്ദുവിന്റെ സിദ്ധാന്തം അതാണ്. ബാഹ്യമായിരിക്കുന്ന ഈശ്വരനല്ല, സ്വർഗത്തിലിരിക്കുന്ന ഈശ്വരനല്ല, പുറമെയുള്ള ഈശ്വരനല്ല, തൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയതയാണ് നമ്മൾ രക്ഷിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് സാധിക്കും, നിർബന്ധം സാധിക്കും. എന്താ കാരണം? നാം ഗുരുവായൂർ അമ്പലത്തിൽ പോകും, നമുക്കൊരു കാര്യം സാധിക്കണം. നമ്മൾ ഗുരുവായൂർ പോലെ മഹാക്ഷേത്രങ്ങളിൽ പോയി അവിടെ കഷ്ടപ്പെടാൻ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുമ്പിൽ എത്തിയാൽ ആദ്യം എന്താ ചെയ്യാം? ആ തൊഴുത് കണ്ണടയ്ക്കും, ആ ദേവതയെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കും. അമ്പലത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ദൂരെ പോയിട്ട് ശബരിമലയിലായാലും ഗുരുവായൂരും പോയാൽ കണ്ണ് തുറന്ന് ദേവതയെ നോക്കലല്ലെന്ന് സ്വഭാവം. മുൻപിലത്തെ നേരെ നോക്കിയിട്ടൊന്ന് കണ്ണടയ്ക്കും, തൊഴുത് പ്രാർത്ഥിക്കും. പിന്നെ ആ ഈശ്വരൻ എവിടെയാണ്? നല്ല ഉള്ളിലാണ്. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനാണ് തന്നെ രക്ഷിക്കുന്നത്. അതിനുവേണ്ടി ക്ഷേത്രങ്ങളിൽ, പുണ്യസ്ഥാന തീർത്ഥ സങ്കേതങ്ങളിലൊക്കെ പോകുന്നു. ആ ദേവതാ ചൈതന്യം ഉണർത്തിയാൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് എന്തും അനുഭവിക്കാൻ പറ്റും, എന്തും നേടിയത് പൂർണ്ണമായി. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നമുക്ക് പേടിയില്ല. ഭയം കൊണ്ടാണ് ഹിന്ദുക്കൾ ഈശ്വരനെ ആരാധിക്കുന്നത്. കാരണം എല്ലാ ദേവതകളുടെ കയ്യിൽ ഒരു അഭയഹസ്തമുണ്ട്. എല്ലാ ദേവന്മാരുടെ കയ്യിൽ ഉയർത്തി വെച്ചു. ലോകത്തോട് പറയാം, പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, ഈശ്വരനെ പോലും. കാരണം ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണുള്ളത്. നാം ഭയക്കേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്. ആ ഈശ്വരനെ സ്വാംശീകരിക്കാൻ ഭാരതത്തിലെ പൗരാണികരായ ഋഷീശ്വരന്മാർ ചില പദ്ധതികൾ, ചില സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയെടുത്തു. അതാണ് ഉപാസന മാർഗം എന്ന് പറയുന്നത്. ദേവതോപാസന എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ പൂർവികന്മാരായ കാരണവന്മാര് അവര് ഈ തരത്തിൽ തപസ് ചെയ്ത് തൻ്റെ ഉള്ളിൽ ഈശ്വരീയെ വളർത്തിയെടുത്തു. അതിനെ ആ കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ദേവതാരൂപേണ സ്ഥാപിക്കുന്നതാണ്, കുടിവെക്കുന്നതാണ് കുലദേവത എന്ന് പറയുന്നത്. കുലദേവ ചൈതന്യം സത്യത്തിൽ എന്താണ്? ആ ആദ്യത്തെ കാരണവർ, ആ കുടുംബ ആദ്യ കാരണവർ, ഗുരു കാരണവന്മാർ, അവർ ഉപാസന ചെയ്ത് അവർ സ്വാംശീകരിച്ച തൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്തിരിക്കുന്ന ദേവതാ ചൈതന്യം, ഈശ്വര ചൈതന്യത്തെ ദേവതാരൂപേണ ഒരു കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മോക്ഷം കിട്ടാൻ സന്യാസിയാവുന്നൊന്നുമല്ല. ആ കുടുംബം നിലനിൽക്കുന്ന കാലത്തോളം അവിടെ സുഖവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണം, സന്താനങ്ങൾ ഉണ്ടാകണം. തികച്ചും ഭൗതികമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുലദേവതാരാധന ചെയ്തു വന്നിരുന്നത്. ആ കുലദേവതാരാധന വേണ്ട പോലെ നടന്നിരുന്ന കാലത്ത് ഓരോ കുടുംബത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് പല കാരണങ്ങളെ കൊണ്ട്, ചരിത്രപരമായ കാരണമുണ്ട്, സാമൂഹ്യമായ കാരണങ്ങളുണ്ട്, ഭൗതികമായ സാഹചര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വൈകല്യമുണ്ട്. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് വരുന്ന തലമുറകൾ ഇന്ന് അകന്നകന്നകന്നു പോയി. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ബന്ധം അറ്റുപോയി. തുടർന്ന് ഇന്ന് ഓരോ കുടുംബവും, മിക്കവാറും എല്ലാ കുടുംബങ്ങളും ആ കുലദേവതയുടെ അജ്ഞത കൊണ്ട്, അതിന് വേണ്ടവർ അറിയാത്തതുകൊണ്ട്, വേണ്ടവർ ആരാധിക്കാത്തതുകൊണ്ട് അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് മിക്കവാറും. ഒരു 90% ഹൈന്ദവ കുടുംബങ്ങൾ മുഴുവൻ. ശ്രേഷ്ഠാചാര സഭ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതാത് കുടുംബത്തിൽ ആരാധനാ മൂർത്തിയെ ആ ഗുരു കാരണവന്മാരെ ആരാധിക്കേണ്ടത് അതാത് കുലത്തിലുള്ള ആ കുടുംബത്തിലുള്ളവർ തന്നെയാണ്, മറ്റാരുമല്ല. അത് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിരന്തരമായ പരിശ്രമമാണ്
ശ്രേഷ്ഠാചാര സഭ കഴിഞ്ഞ 30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളും ക്ലാസ് ഉണ്ടാവും. അവിടെ സന്ധ്യാവന്ദനവും ഗണപതി ഹോമവും ഒരു ഭഗവത് സേവയും കുലദേവതാചാരം പഠിപ്പിക്കും ഓഫ്ലൈനായി. അതിന് മുൻപോട്ട് പോയ സമയത്താണ് ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും കൊറോണ വന്നുപെട്ടു. ആ കൊറോണ കാലത്ത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയ സാഹചര്യം. ആ സമയത്ത് ശ്രേഷ്ഠാചാര സഭയിലെ കുറെ പ്രവർത്തകർ തീരുമാനിച്ചു നമുക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങാം. അങ്ങനെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ ക്ലാസ് ആരംഭിച്ചു. അങ്ങനെ എല്ലാ വർഷത്തും 4 ക്ലാസ് നമ്മൾ ഓൺലൈൻ നടത്താറുള്ള സാധാരണ. സന്ധ്യാവന്ദനം, ഗായത്രി ജപം, ഗണപതി ഹോമം, ഗണപതി ഉപാസന, കുലദേവതാചാരം, സുബ്രഹ്മണ്യ ആരാധന, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിരന്തരമായി നടന്നു വരുന്നു. അതിനിടയിൽ സാധകന്മാരായ ധാരാളം താല്പര്യ ആളുകൾ കുറച്ച് മുൻപോട്ട് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് 2 വർഷങ്ങൾക്ക് മുമ്പേ, 2-2.5 വർഷം മുമ്പേ നമ്മൾ ആ ഭാരതീയ ആധ്യാത്മിക സഭയുടെ ഏറ്റവും ഉയർന്ന പദ്ധതിയായിരിക്കുന്ന ശ്രീവിദ്യാ സമ്പ്രദായം, ആ സമ്പ്രദായത്തെ പറ്റിയിട്ടും ഒരു ക്ലാസ് ആരംഭിക്കാൻ നിശ്ചയിച്ചു. അതിൽ 2 വ്യാഴാഴ്ച വെള്ളിയാഴ്ച 2 ക്ലാസ്സിൽ ഇപ്പോൾ നടന്നു വരുന്നു. ഏകദേശം ഒരു 1ാമത്തെ ബാച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ശ്രേഷ്ഠാചാര സഭയിൽ അത് പുനർജൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. ശ്രേഷ്ഠാചാര സഭ ചേർന്നുകൊണ്ട് പുനർജൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടുവരുന്നത്. അതിൽ വന്ന ആളുകളും പുതിയ ധാരാളം ആളുകളും അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് പുതിയ ക്ലാസ്സുകൾ വേണം, പുതിയ ആൾക്ക് ചേരാനുണ്ട്, അവരുടെ ബന്ധുക്കൾ, ക്ലാസ്സുള്ള ബന്ധുക്കൾ, അവർ പലർക്കും വേണം എന്ന്, സുഹൃത്തുക്കൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ശ്രമം നമ്മൾ നടത്താൻ പുതുതായിട്ട് ഒരു ക്ലാസ് ആരംഭിക്കാം എന്ന രീതിയിൽ ഒരു ശ്രമം നടത്തും. അതിൻ്റെ ഫലമായിട്ടാണ് ഇനി നമ്മൾ ഈ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥ എന്താ ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് ചോദിച്ചാൽ, ഭാരതീയമായ ആരാധനാ സമ്പ്രദായങ്ങളിൽ പ്രധാനമായി 2 സമ്പ്രദായങ്ങൾ, ഒന്ന് താന്ത്രികമായ സമ്പ്രദായവും ഒന്ന് വൈദികമായ സമ്പ്രദായം. വേദവും യജ്ഞവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു വൈദികമായ പാരമ്പര്യം ഭാരതത്തിൽ. തൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്തിയ ഈശ്വര ചൈതന്യത്തെ, ആ ചൈതന്യത്തെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് വൈദിക രീതിയിലുള്ള സൂക്തങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ച രഹസ്യങ്ങൾ ഋഷീശ്വരന്മാർ വേർതിരിച്ചു. ആ പ്രപഞ്ച രഹസ്യങ്ങൾ വേർതിരിച്ച് എങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തെ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. പ്രപഞ്ച രഹസ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവര് പുതിയ പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനികമായ രീതിയിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണ് തുറന്നുകൊണ്ട് ശ്രമിച്ചു. ഇതേ രഹസ്യങ്ങൾ പൂർവികന്മാരെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മിക്കവാറും ആധുനിക കാലഘട്ടത്തിലെ എല്ലാ ശാസ്ത്രശാഖകളും പൗരാണിക ഭാരതത്തിലുണ്ടായിരുന്നു. എല്ലാ ശാസ്ത്രശാഖകളും. ആരോഗ്യശാസ്ത്രം ഉണ്ടായി. ആരോഗ്യശാസ്ത്രത്തിന്റെ പൗരാണിക കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളുമാണ് പോലും ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഔഷധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും പല ആധുനിക കാലഘട്ട മരുന്നുകളും ഉണ്ടായി വരുന്നത്. അപ്പം ആരോഗ്യശാസ്ത്രം വളരെ പൂർണ്ണമായ രീതിയിൽ ആയുർവേദം പോലുള്ള ശാസ്ത്രങ്ങൾ, അതുപോലെ ആരോഗ്യ സംബന്ധമായ യോഗശാസ്ത്രങ്ങൾ, ഇത് മുഴുവൻ പൗരാണിക ഭാരതത്തിൽ. ജ്യോതിഷ് ശാസ്ത്രം, ആസ്ട്രോണമി, ആധുനിക കാലഘട്ടത്തിൽ ധാരാളം മുൻപോട്ട് ഈ ആസ്ട്രോണമി. പൗരാണിക ഭാരതമായ അടിത്തറ ഉണ്ടാക്കിയ പൗരാണിക ഭാരതത്തിലാണ് ജ്യോതിഷ് ശാസ്ത്രം ധാരാളം പ്രഗത്ഭനായ ആളുകളുണ്ടായിരുന്നു. ഈ കേരളത്തിൽ പോലും ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന സംഗമ ഗ്രാമ മാധവൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട ആ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇതുപോലെ ഭാരതം ധാരാളം ആളുകൾ ആസ്ട്രോണമിയിൽ ജ്യോതിശാസ്ത്രം മുൻപോട്ട് പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുത്ത ഒരു ഉപവിഭാഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്.
എത്ര ജ്യോതിശാസ്ത്ര ഭാരതീയ പാരമ്പര്യ വിശ്വാസമില്ലാത്തവർ പലപ്പോഴും ജ്യോതിഷത്തിന് വീഴാറുണ്ട്. കാരണം ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ച് അതൊരു മനുഷ്യനെ സ്വാധീനിക്കുമെന്നും ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ചിന്തകളെ, അയാളുടെ പ്രവർത്തനങ്ങളെ, അയാളുടെ ഫലങ്ങളെ, വിധികളൊക്കെ തീരുമാനിക്കാൻ കഴിയും, പ്രവചിക്കാൻ കഴിയുമെന്ന ഒരു സങ്കല്പം, ഒരു കണ്ടുപിടുത്തം പൂർവികരായ ഋഷീശ്വരന്മാർ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം ഉണ്ടായത്. അതിന്റെ ഫലം മിക്കവാറും അനുഭവിക്കാത്തവർ ആരും ഈ ലോകത്തുണ്ടാവില്ല, ആരത് പുറത്തുള്ളവർ പോലും. ജ്യോതിഷത്തിൽ, ആരോഗ്യശാസ്ത്രത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ പൂജ്യം കണ്ടുപിടിച്ച ഭാരതീയരാണ്. നമ്മൾ ധാരാളം തിയറികളും ആദ്യകാലത്തെ തിയറികൾക്ക് മുൻപ് അതിന്റെ പൂർവികമായ തിയറികൾ ഭാരതത്തിലെ പൗരാണിക ശാസ്ത്രങ്ങളുണ്ടായിരുന്നു. രസതന്ത്രം, ആ രസതന്ത്രം ഭാരതീയർ വളരെ പുരോഗമിച്ചിരുന്നു. രാവണൻ പോലും ഒരു രസതന്ത്രജ്ഞനാണ് എന്നൊരു കേട്ടുകേൾവി. രാവണൻ ഭാരതത്തിൽ ഭാഗം തന്നെയാണെന്ന് എന്തായാലും. അങ്ങനെ രസതന്ത്രത്തിന്റെ ഭാരം വളരെ മുൻപോട്ട് പോയിരുന്നു. ഏത് വിഭാഗം നോക്കിയാലും ശരി, ഭാഷാശാസ്ത്രം, ഏറ്റവും പൂർണ്ണതയുള്ള ഭാഷ സംസ്കൃതമാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ശാസ്ത്രങ്ങൾ പുരാണ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഗവേഷണം ചെയ്യുന്നു. ആധുനിക ശാസ്ത്രത്തിൽ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അത് കണ്ണ് തുറന്നുകൊണ്ട്, ഇന്ദ്രിയങ്ങളോടുള്ള അന്വേഷണമാണ് ആധുനിക ശാസ്ത്രജ്ഞർ ചെയ്യുന്നെങ്കിൽ പൗരാണിക ഋഷീശ്വരന്മാർ അതെങ്ങനെ കണ്ടുപിടിച്ചു? അവർ തപസ്സിലൂടെയാണ് കണ്ടുപിടിച്ചത്. ഒരു തപസ് ചെയ്യുന്ന മഹർഷിയുടെ സങ്കല്പം നമ്മുടെ മനസ്സിനാൽ കണ്ണടച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ തൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുക. കാരണം എന്താണ്? പൂർണ്ണമിതം എന്ന സിദ്ധാന്തം നമുക്കറിയാം. ഈ പ്രപഞ്ചം സൃഷ്ടമാകുന്നു, അത് പൂർണ്ണമാണ്. അതിലെ ഓരോ പരമാണുവും പൂർണ്ണമാണ്. പ്രപഞ്ചത്തോളം പ്രപഞ്ചം പൂർണ്ണമാണ്. ആ പ്രപഞ്ചം ഓരോ പരമാണുവും പൂർണ്ണമാണ്. ആ പരമാണുകളും സൃഷ്ടമായിരിക്കുന്ന മനുഷ്യനും പൂർണ്ണനാണ്. ഏറ്റവും രസം, ആ മനുഷ്യൻ പൂർണ്ണമാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ പേര് ബ്രഹ്മാണ്ടം എന്നാണ്. ഈ ശരീരത്തിന്റെ പേര് പിണ്ഡാണ്ടം എന്നാണ്. ഒരു പിണ്ഡാണ്ടത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ജീവചൈതന്യമുള്ള ഒരു യോഗീശ്വരൻ, ഒരു മഹർഷി, അവിടെ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ആ പ്രപഞ്ചത്തിന് തുല്യമാണ് തൻ്റെ ശരീരം എന്നുള്ളത് കൊണ്ട്, അതേപോലെ പൂർണ്ണമാണ് തൻ്റെ ശരീരം എന്നുള്ളത് കൊണ്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് പ്രപഞ്ച രഹസ്യം വേർതിരിച്ചെടുക്കുന്നു തപസ്സിലൂടെ. അങ്ങനെ വേർതിരിച്ച ഋഷീശ്വരന്മാർ പ്രപഞ്ച രഹസ്യം കണ്ടെത്തി. ആ രഹസ്യം, ആ പ്രപഞ്ചത്തിലെ വളരെ സൂക്ഷ്മമായ തലങ്ങൾ, പ്രപഞ്ച രഹസ്യം പോലും മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ അത് ലോകത്തോട് പറഞ്ഞു കൊടുത്തു. അതാണ് യഥാർത്ഥ വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം സ്തുതികളാണ്, സൂക്തങ്ങളാണ്. പാശ്ചാത്യർ പറഞ്ഞു, പ്രകൃതിയെ ഭയപ്പെട്ടുകൊണ്ട് അവർ എഴുതിയ കൃതികളാണ് സൂക്തങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്, വൈദിക മന്ത്രങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഭയം കൊണ്ടല്ല. കാരണം ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന്റെ പ്രസംഗം ഞാൻ കേട്ടു. ആ സമയം അദ്ദേഹം പറഞ്ഞു, ജലത്തിന്റെ മുഴുവൻ സ്വഭാവങ്ങളും ഭാരതീയ ഋഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു. ജലം വിശ്ലേഷണം ചെയ്ത് അതിനകത്ത് ഹൈഡ്രജൻ മോക്സിനാണ്, അതുപോലെ അതിന്റെ ഗുണങ്ങളെ പറ്റി ആധുനിക ശാസ്ത്രം വിശദീകരിക്കുന്നത് പോലെ അതിൽ കൂടുതൽ ജലത്തെ പറ്റിയുള്ള അതിന്റെ ജ്ഞാനം ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. ജലത്തെ പറ്റി മാത്രം 45ഓളം വൈദിക ഋക്കുകളുണ്ട്. പുണ്യാഹ മന്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ഋക്കുകളാണ്. അതിൽ ജലത്തെ സ്തുതിക്കുകയാണ്. ജലത്തിന്റെ രഹസ്യം എന്താണ്, ജലത്തിന്റെ എന്തൊക്കെയാണ് സൂക്ഷ്മതലം, എന്തൊക്കെയാണെന്നുള്ളത്, അതിൽ ഗുണങ്ങൾ എന്താണ് എന്ന് പറയും. ഭയമുണ്ടെങ്കിൽ ആ ജലത്തെ സമീപിക്കുന്ന രീതി അതല്ലല്ലോ, അതിനെ വിശ്ലേഷണം ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത് ശരിക്കും അതിനെ വിശ്ലേഷണം ചെയ്ത് അതിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ അതിനകത്തുള്ളത്, ആ ഗുണങ്ങളെ പറ്റി സ്തുതിക്കുന്നു. ഇതാണ് വൈദിക മന്ത്രങ്ങളുടെ പ്രത്യേകത. വേദത്തിലുള്ളതേ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് പറയാൻ കാരണം പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും ആ വേദമന്ത്രങ്ങളിലൂടെ
ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചു. ആ വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള യജ്ഞങ്ങൾ, അഗ്നിയെ അടിസ്ഥാനമാക്കി അഗ്നിയുടെ ആരാധന, തപസ്സിനുള്ള ആരാധന, അത് പൗരാണിക ഭാരതത്തിലുണ്ട്. അതാണ് ഭാരതത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളുടെ ഒരു ഭാഗം. പക്ഷേ ഇത് മുഴുവൻ സാധാരണക്കാർക്ക് അത് അനുവർത്തിക്കാനും അത് സ്വാംശീകരിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം വേദമന്ത്രങ്ങളുടെ പ്രത്യേകത അത് കൃത്യമായിട്ട് സ്വരിച്ചു ചൊല്ലണമെങ്കിൽ ഫലം പൂർണ്ണമായിട്ടുള്ളൂ. അത് സ്വരിച്ചു വരണമെങ്കിൽ നിരന്തരമായ പരിശീലനം വേണം. പണ്ട് കാലത്തെ വിദ്യാഭ്യാസ കാലങ്ങളിൽ ധാരാളം ആളുകൾ ആ വേദമന്ത്രങ്ങൾ സ്വരിച്ചു ചൊല്ലി 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 അത് സ്വാംശീകരിക്കും. അതിൻ്റെ ശബ്ദങ്ങളുടെ വിന്യാസമാണ് പ്രത്യേകത അതിൻ്റെ. പക്ഷെ ജീവിതം ഒരു 10, 25, 30 വർഷം കഴിഞ്ഞാൽ വിദ്യാഭ്യാസം തീരുന്നു. സാധാരണക്കാരൻ അത് പോരാ. കാരണം അവർക്ക് ജീവിത പ്രാരബ്ധങ്ങളുള്ള സാധാരണക്കാർ ഇത് പറ്റില്ല. അപ്പൊ അവർക്ക് ഈശ്വരനെ ആരാധിക്കണ്ടേ? അവരെ ഉള്ളിലുള്ള ചൈതന്യം അവർ വേർതിരിച്ചറിയണ്ടേ? അതുകൊണ്ട് വേറെ പദ്ധതി അവർ പ്രപഞ്ചത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. അത് താന്ത്രിക സമ്പ്രദായം എന്ന് പറയുന്നു. അതിന്റെ പ്രത്യേകത ബീജാക്ഷരങ്ങളോടുകൂടി ചേർന്നിരിക്കുന്ന മന്ത്രങ്ങൾ ദേവതയെ ആരാധിക്കാം. ദേവതാ സങ്കല്പങ്ങൾ താന്ത്രിക മതത്തിലാണുള്ളത്. ഗണപതിയെ പോലെ പേരുകൾ വേദങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും, എല്ലാ ദേവതകളുടെ പേരുകളും വേദങ്ങൾ കാണാമെങ്കിൽ പോലും അത് ഈശ്വരന്റെ പര്യായങ്ങളാണ്. പക്ഷേ ഗുണങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ള ദേവതാ സങ്കല്പം അത് തന്ത്രത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ താന്ത്രികമായ ഒരു ആരാധനാ പദ്ധതി പൗരാണിക കാലം എന്ന് പറയും. അങ്ങനെ 2 മതങ്ങൾ, വൈദിക മതവും താന്ത്രിക മതവും, 2 മതങ്ങളാണ് ചരിത്രം കാണാൻ കഴിയുന്നത്. ബുദ്ധമതവും ജൈനമതവും പൂർണ്ണമായ താന്ത്രിക മതങ്ങളാണ്. അവർ വേദങ്ങളെയോ വൈദികമായ യജ്ഞങ്ങളെയോ അവർ അംഗീകരിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. വൈദികമായ പാരമ്പര്യത്തിലുള്ള ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഏറ്റവും രസം, 2 വ്യത്യസ്ത പക്ഷെ പരസ്പര സംഘർഷങ്ങളൊന്നുമില്ല. 2 പദ്ധതികളും മുൻപോട്ട്. അവിടെ താന്ത്രികമായ ആരാധന പ്രത്യേകത എന്താണ്? അവിടെ ബീജാക്ഷരങ്ങൾക്കാണ് പ്രധാനം. ചില ബീജാക്ഷരം കേട്ടുന്ന ഹ്രീം ക്ലീം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ബീജാക്ഷരങ്ങൾക്കാണ് താന്ത്രികമായ ആരാധനയിൽ പ്രാധാന്യമുള്ളത്. അതിൻ്റെ നിരന്തരമായ ആവർത്തനങ്ങളിലൂടെ ആ ഗുണങ്ങളെ സ്വാംശീകരിച്ച് ആ ദേവതയെ സ്വാംശീകരിക്കുക. അതാണ് താന്ത്രിക മതത്തിന്റെ പ്രത്യേകത. കുറെ കാലം മുൻപോട്ട് വായിച്ചു. അങ്ങനെ വൈദിക മതം, ഉദാഹരണമായിട്ട് ബുദ്ധമതം ആരാധന, അവർ ദേവത താരയാണ്. ബുദ്ധൻ ഉപാസിച്ചത് താരയാണ്, താരാദേവിയാണ് ഉപാസിച്ചത്. ജൈനമതത്തില് ഇപ്പോൾ ഹിന്ദുമതത്തിൽ കുറെ ദേവതാ സമ്പ്രദായങ്ങൾ ജൈനമതത്തിന്. ഉദാഹരണമായിട്ട് ജ്വാലാമാലിനി ഹിന്ദുമതത്തിലുള്ള ദേവതയാണ്. ശ്രീവിദ്യാ സമ്പ്രദായം ജൈനമതത്തിന് പ്രത്യേക ഒരു പദ്ധതി ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു താന്ത്രിക പാരമ്പര്യം, ശുദ്ധമായ താന്ത്രിക പാരമ്പര്യമുള്ള ഒരു താന്ത്രിക ആരാധനാക്രമവും ശുദ്ധമായ വൈദിക സമ്പ്രദായ ആരാധനക്രമവും ലോകത്തെ മുമ്പോട്ട് പോയി. അത് ഭാരതത്തിന് മാത്രം പറയാനില്ല, ലോകത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. കുറെ മുൻപോട്ട് പോയ സമയത്ത് കുറെ താന്ത്രികന്മാർ, ഒരു വിഭാഗം താന്ത്രികന്മാർ വൈദിക സമ്പ്രദായങ്ങൾ സ്വാംശീകരിച്ചു. അതേപോലെ വൈദിക സമ്പ്രദായത്തിലുള്ള താന്ത്രിക സ്വീകരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുമതം എന്ന് പറയുന്നത്. ഒരു ഹൈന്ദവ മതം തന്ത്രവും തുല്യമാണ്, പൂജയും തുല്യമാണ്, വൈദികമായ യജ്ഞങ്ങളും തുല്യമാണ്, ഒരേപോലെ ആരാധ്യമാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ആരാധന നടക്കുന്ന സമയത്ത് യഥാർത്ഥ ശുദ്ധമായ ഈ ഒരു താന്ത്രികമായ വിധിക്രമം അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ വൈദിക മതങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. പക്ഷേ ഹിന്ദുമതത്തിന്റെ സ്വഭാവം അനുസരിച്ച് എല്ലാം ചേർത്തുകൊണ്ട് വേണ്ട പോലെ സമ്മിശ്രമായി ലയിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ വൈദികമായ മന്ത്രങ്ങളും വൈദികമായ ക്രിയകളാണ് ലയിപ്പിച്ച് ചേർത്താണ്. പൂജ വൈദികമല്ല, പൂജ പൂർണ്ണമായിട്ട് താന്ത്രികമാണ്. അതേസമയം യജ്ഞം വൈദികമല്ല,
പൂർണ്ണമായിട്ട് അല്ല, യജ്ഞം വൈദികമാണ്, താന്ത്രികമല്ല. പക്ഷെ ഹിന്ദുമതത്തിൽ ഇപ്പോൾ യജ്ഞം കൊണ്ട് ഗണപതി ഹോമവും ചെയ്യും, ഗണപതി പൂജിക്കുകയും ചെയ്യും. ഇത് ഹിന്ദുവിന്റെ പ്രത്യേകത. ഒരു ബൗദ്ധ മതത്തിലോ ജൈന മതത്തിലുള്ള ആളുകൾ താന്ത്രികന്മാരാണ്, അവരോട് ചോദിച്ചാൽ അവർക്ക് യജ്ഞം ഇഷ്ടാവില്ല, മനസ്സിലാവില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ രണ്ടും കൂടി ചേർന്നിരിക്കുന്നതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അതിനകത്ത് സാധാരണക്കാരുടെ ആരാധനാക്രമം, അപ്പം ഒരാൾ വൈദികമായ മാർഗം മാത്രം സ്വീകരിച്ചു. പക്ഷെ അവർ സമൂഹത്തിൽ അത്ര കൂടുതൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ എഞ്ചിനീയർ ആവാൻ പഠിക്കുന്നു, ആൾ എഞ്ചിനീയർ ആവാൻ പഠിച്ചു കഴിഞ്ഞാൽ ആൾ ജീവിതത്തിൽ പ്രധാന, പിന്നെ ഭാരതത്തിൽ ഇന്നത്തെ രീതി അനുസരിച്ച് ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ വേറെ ഒന്നും സമയം ഉണ്ടാവില്ല. ചെറുപ്പകാലം കഴിഞ്ഞു, 10, 25, 26 വർഷം കഴിയുമ്പോഴാണ് വയസ്സാവുമ്പോഴാണ് അവർക്ക് ഒരു ഡോക്ടറായി കിട്ടുന്നത്. ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിലാണ് എവിടെ എത്തുന്നത്. ജീവിതം തുടങ്ങണം. ഒരാൾ എഞ്ചിനീയർ ആവുന്നു, ഒരാൾ ഡോക്ടർ ആവുന്നു, അവർക്ക് വേറൊന്നും സാമാന്യത വേറൊന്നും ആവാൻ പറ്റില്ല. ഡോക്ടർക്ക് ഡോക്ടർ ആവാം, എഞ്ചിനീയർക്ക് എഞ്ചിനീയർ. കാരണം ജീവിതം തുടങ്ങണ്ടേ, ജീവിക്കണ്ടേ. അതിന് ബാക്കിയുള്ള 25 വർഷം മുതൽ ജീവിതം തുടങ്ങണ്ടേ ചുരുങ്ങിയത്. അപ്പൊ അവർക്ക് പറ്റില്ല. അതുപോലെ വൈദിക സമ്പ്രദായത്തിൽ ആരാധനകൾ വൈദികമായ ഒരു സമ്പ്രദായം പൂർണ്ണമായിട്ട് അഭ്യസിച്ച് പൂർണ്ണ സ്വാംശീകരിച്ച് സ്വായത്തമാക്കിയിട്ട് അതിനകത്ത് വേണ്ട പോലെ ഉയരണമെങ്കിൽ ആ സമ്പ്രദായം മാത്രം പഠിച്ചാൽ ഒരു 10-25 വയസ്സ് വരെയെങ്കിലും അതിനുവേണ്ടി മാത്രം ജീവിക്കേണ്ടി വരും. മറ്റൊരാരാധനക്രമം, മറ്റു ക്രമം അവർക്ക് സ്വീകരിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് ജീവിതത്തിലെ പ്രാരബ്ധത്തിന് ഒരു കൃഷിക്കാരനാണ്, അത് മക്കൾ കൃഷിക്കാരൻ തന്നെ ആവുള്ളൂ പണ്ട് കാലത്ത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പാരമ്പര്യമായ രീതിയിൽ ജീവിക്കണം, എന്ത് വേണം? എല്ലാ ലോകത്തിലെ മുഴുവൻ ആളുകളും വൈദികരായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ലോകത്തിലെ മുഴുവൻ ആളുകളും എഞ്ചിനീയറായിട്ട് കാര്യമൊന്നുമില്ല. കുറെ അതിനടിയിലെ ടെക്നീഷ്യന്മാർ കൂടെ വേണം. അവർക്ക് പൂർണ്ണ അത്ര പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ മനുഷ്യന് വൈദികമായ അധ്യയനത്തിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കാൻ സമയമില്ലാത്തവർക്ക് ഈശ്വരൻ ആരാധിക്കണ്ടേ? ആ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ഈ താന്ത്രിക മാർഗം സ്വീകരിച്ചു. താന്ത്രിക മാർഗത്തിന്റെ പ്രത്യേകത ഇവിടെ ബീജാക്ഷരങ്ങൾക്കാണ് പ്രാധാന്യം, വൈദിക സൂക്തങ്ങൾക്കാണ് പ്രാധാന്യം, ഋക്കുകൾക്കാണ് പ്രാധാന്യം, ഓരോ നീണ്ടുനിന്ന മന്ത്രങ്ങൾ അത് സ്വരിച്ചു ചൊല്ലുന്നതാണ് പ്രാധാന്യം. ഇവിടെ ബീജാക്ഷരം എടുപ്പ് 1, 2, 4 ശബ്ദം ചേർന്നിരിക്കുന്ന അക്ഷരം, ആ അക്ഷരം ചേർന്ന് അത് ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടും. ആ ഗുരു എന്താണോ ഉപദേശിക്കുന്നത് അത് നിരന്തരം. അപ്പൊ നമശിവായ ഒരു മന്ത്രമാണ്, അത് ഗുരുവിൽ നിന്ന് കിട്ടുന്നു. 5 അക്ഷരമുള്ളൂ, ആർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് നിരന്തരമായിട്ട് സാധന ചെയ്ത് സ്വാംശീകരിച്ച് ആൾ വേണ്ട ഉയരുന്നു, പൂർണ്ണതയായിരിക്കും ഉയരുന്നത്. ഇതാണ് പ്രത്യേകത. അവിടെ ഗുരു ഉണ്ട്, ഒരു ഗുരുവിന്റെ ഉപദേശം വേണം. ആ ഗുരു ഉപദേശം കിട്ടിയിരിക്കുന്ന ഒരു ദേവതയുടെ മന്ത്രം. അപ്പൊ എന്താ ദേവതകളുടെ പ്രത്യേകത? ദേവതാരാധന തന്ത്രത്തിന് മാത്രമാണ്. ഭാരതത്തിലെ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദേവതാരാധനയും ഈശ്വര വിശ്വാസവും. സാധാരണ പലരും ചോദിക്കാൻ, നമ്മൾ കുട്ടികൾ വിദ്യാലയങ്ങളിലെ കുട്ടികളൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനിക്ക് മുസൽമാനും ഒരു ദൈവമേ ഉള്ളൂ, നമുക്കത് ഇത്രയൊക്കെ ദൈവം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അമ്മമാർ ഉത്തരം പറയുക, നീ മിണ്ടാതിരിക്കുക, നീ പഠിക്കാൻ നോക്കുന്ന പറയാം ഹിന്ദുക്കൾ അല്ലേ. അങ്ങനെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നമുക്കും അറിയില്ല. അവർ കുട്ടികൾ ആ കൺഫ്യൂഷൻ ആവും, ആകെ പ്രശ്നമാണ്, സംഘർഷത്തിൽ പോയി വിടാം. പക്ഷെ യഥാർത്ഥ സംഭവമുണ്ട്. കാരണം എന്താ? ഹിന്ദുവിന് ദേവതകൾ ഇഷ്ടം പോലെയുണ്ട്, 33 കോടി ദേവന്മാരുണ്ട് നോക്കാം. അതേസമയം ഈശ്വരൻ ഒന്നേയുള്ളൂ. ഈശ്വരൻ ഒന്നേയുള്ളൂ, ദേവതകൾ 33 കോടിയുണ്ട്. നല്ല പ്രത്യേകത, അഭിമാനിക്കാം. എന്താണ് കാരണം? ഓരോ ദേവതയ്ക്കും എന്തൊക്കെയുണ്ട്, ഈശ്വരൻ എന്താണ്, ഇതിന് വ്യത്യാസമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം. ഈശ്വരൻ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പറയാം, ഈശ്വരൻ പ്രപഞ്ചം കൊണ്ട് അറിഞ്ഞിരിക്കുന്ന ചൈതന്യം. ഭാരതീയമായ തന്ത്രശാസ്ത്രം ഈ പ്രപഞ്ച സൃഷ്ടിക്രമത്തെ കൃത്യമായിട്ട് നിർവചിച്ച് വെച്ചിട്ടുണ്ട്. ഏത് ശാസ്ത്രത്തിനും, ആധുനിക ശാസ്ത്രമാണ് അതിന്റെ അടിസ്ഥാനം പ്രപഞ്ച വീക്ഷണമാണല്ലോ. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഏത് ശാസ്ത്ര അടിത്തറ. ഭാരത ഋഷീശ്വരന്മാർ പറയുന്നു, സ്ഫോടത്തെ തുടർന്നാ പ്രപഞ്ചം ഉണ്ടായി.
സാധാരണ പുരാണങ്ങളിലും പഠിച്ചു വന്ന എന്താണ്? ബ്രഹ്മാവ് സൃഷ്ടിച്ചു, ശിവൻ സംഹരിക്കുന്നു, വിഷ്ണു അതിനിടയിലുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഈശ്വര വിശ്വാസത്തിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതിനപ്പുറം ഒരു വിശ്വാസം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യത്തിൽ ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നത് പുരാണങ്ങളിലാണ്. പുരാണങ്ങളുടെ സങ്കല്പമാണ് ത്രിമൂർത്തി സങ്കല്പം. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു, വിഷ്ണു അതിനിടയിലുള്ള കാര്യങ്ങൾ, സ്ഥിതി കാര്യങ്ങൾ നോക്കുന്നു. മൂന്നാളുടെ ഡ്യൂട്ടി. ഇത് പുരാണങ്ങളിലാണുള്ളത്. പുരാണ ശാസ്ത്രം എന്നാരും പറയാറുണ്ടോ? പുരാണ കഥകൾ എന്നാണ് പറയാറ്. അപ്പൊ കഥകൾ പൂർണ്ണമായിട്ട് യുക്തിഭദ്രമാണോ? കഥയ്ക്കുള്ളിൽ സന്ദേശം ഉണ്ടാകും, ഒരു ഗുണപാഠം ഉണ്ടാകും. ആധുനിക കാലഘട്ടങ്ങളിൽ ഒരു ദുർഗുണപാഠം ഉണ്ടാകും. മിക്കവാറും കഥകൾ സദ്ഗുണപാഠം വളരെ കുറവല്ല. പക്ഷെ പൗരാണിക കഥകൾ പ്രത്യേകത ഒരു നല്ല ഒരു പാഠമുണ്ട്. ഒരു സതുദ്ദേശത്തോടുള്ള കഥകൾ. ആരുടെ കഥ പറയുന്നത്? എന്തുകൊണ്ട് എന്ന് പോലും തിരിച്ചോദിക്കാൻ പറ്റാത്ത ആളുകളോട് കഥാരൂപേണ ചില സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് പുരാണ കഥകൾ. ഒരു യുക്തിഭദ്രത ഉണ്ടാവില്ല, ഒരു സന്ദേശം ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ പുരാണ കഥകൾ യുക്തിഭദ്രമേ അല്ല. അതേസമയം ശാസ്ത്രത്തിന് അത് പറ്റില്ല. തന്ത്ര കഥ എന്ന് ആരും പറയാം, തന്ത്രശാസ്ത്രം എന്നാണ് പറയാം. ആധുനിക ശാസ്ത്രം പോലെ, രസതന്ത്രം പോലെ, കണക്ക് പോലെ, മാത്തമാറ്റിക്സ് പോലെ ഒരു ശാസ്ത്ര വിഷയമാണ് തന്ത്രം. അത് യുക്തിഭദ്രത വേണം. തന്ത്രശാസ്ത്രം പറയുന്നു സ്ഫോടത്തെ തുടർന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചസാര തന്ത്രത്തിൽ വ്യക്തമായിട്ട് ഇത് സൂചിപ്പിച്ചിട്ട് അടുത്ത കാലത്ത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ പുസ്തകമാണ്, മലയാളത്തിൽ അവൈലബിൾ പുസ്തകമാണ്. വ്യക്തമായിട്ട് സ്ഫോടത്തെ തുടർന്ന് പ്രപഞ്ചം. ആധുനിക ശാസ്ത്രം ഇതിനെ പറയുന്നത് ബിഗ് ബാങ് തിയറി നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യം. എവിടെയാണ് സ്ഫോടനം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്രജ്ഞൻ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത് ശൂന്യതയിൽ നിന്നാണ്. ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഋഷീശ്വരന്മാർ ശൂന്യത ഒന്നും ഉണ്ടാവില്ല. കാരണം പ്രപഞ്ചത്തിലൊന്നും പുതുതായി ഉണ്ടാവുന്നില്ല. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ശൂന്യത ഒന്നും ഉണ്ടാവില്ല. ആ പ്രപഞ്ചം ഒന്നെല്ലാം പരിണാമങ്ങളെ ഉണ്ടാവും. അത് മാറി മാറി വരും, ഒന്ന് മറ്റൊന്നായിട്ട്. ഇതേ പ്രപഞ്ചത്തിലുള്ളൂ. ഇതാണ് പ്രപഞ്ച നിയമം. പിന്നെ ഇങ്ങനെ പ്രപഞ്ച ശൂന്യത ഉണ്ടാവുക. ഋഷീശ്വരന്മാർ പറഞ്ഞു സ്ഫോടത്തിന് മുമ്പ് ശുദ്ധമായൊരു ചൈതന്യം ഉണ്ടായിരുന്നു. ആ ചൈതന്യത്തെയാണ് സാധാരണക്കാർ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. സാധാരണക്കാരെ ഈശ്വര ചൈതന്യം എന്നാണ് പറയുന്നത്. അപ്പൊ സ്ഫോടത്തിന് മുമ്പ് ശുദ്ധമായൊരു ചൈതന്യം ഉണ്ടായിരുന്നു. അതിനെ വേദാന്തികൾ പരബ്രഹ്മമെന്നും പരമാത്മാവെന്നൊക്കെ പറയും. അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. ആ ചൈതന്യത്തെ സാധാരണക്കാരൻ പറഞ്ഞ പേരാണ് ഈശ്വര ചൈതന്യം. അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. അതിലാണ് സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് അത് പരിണമിച്ച് ഘനീഭൂതമായി തീരുന്നു. 5 പരിണമിക്കുന്നു. അത് 5 പരിണമിക്കുന്നതുകൊണ്ടാണ് ഘനീഭൂതമാണ്, കട്ടിയായി തീരും. ഇതിന് പ്രപഞ്ചം എന്നുള്ള പേരിൽ പ്രഹർഷേണ പഞ്ചീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് എന്ത് പഞ്ചീകരിക്കുക? ആ ഈശ്വര ചൈതന്യം, ശുദ്ധമായ ചൈതന്യം. യാതൊന്നും മാലിന്യങ്ങൾ ചേർന്നിട്ടില്ല. ആ സമയത്തുള്ള ആ ചൈതന്യം, അതിനാണ് സാധാരണക്കാരൻ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. ശുദ്ധ ചൈതന്യമാണ്. ആ ശുദ്ധ ചൈതന്യത്തിൽ സ്ഫോടനം ഉണ്ടായി തുടർന്ന് ആ ചൈതന്യം ഘനീഭൂതമാകുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു നാരായണീയം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാന്ദ്രാനന്ദ അവബോധാത്മകമനുഭവം. അല്ലേ? ആ അവബോധം, ആ ശുദ്ധബോധം, പ്യുവർ കോൺഷ്യസ്നസ്, അത് സാന്ദ്രീകൃതമാകുന്നു, ഘനീഭൂതമാകുന്നു. അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് നാരായണീയത്തിൽ പോലും സൂചനയുണ്ട്. അപ്പോൾ അത് എങ്ങനെ പരിണമിക്കുന്നു? 5 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ആകാശമായി പരിണമിക്കുന്നു, തുടർന്ന് അത് വായുവായി തീരുന്നു, വീണ്ടും ഘനീഭൂതമാകുന്നു, കട്ടിയായി തീരുന്നു, അഗ്നിയായി തീരുന്നു, ജലമാകുന്നു, പൃഥ്വിതത്വമാകുന്നു.
പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമിയാണെങ്കിലും ഭൂമിയല്ല, ഖരാവസ്ഥയാണ്, കട്ടിയായി നിൽക്കുന്നൊരവസ്ഥ. അതിൻ്റെ പരമാണുക്കളുടെ ഘടനയിലെ വ്യത്യാസമാണ് ഈ 5 തത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആകാശാദി പഞ്ചഭൂതങ്ങളായിട്ട് പരിണമിക്കുന്ന ആ ചൈതന്യമാണ് പരിണമിക്കുന്നത്. ശുദ്ധമായ ചൈതന്യം പരിണമിച്ച് 5ആയിത്തീരും. ആകാശമായി, വായുവായി, അഗ്നിയായി, ജലമായി, പൃഥ്വിയായി. ആ പരിണാമ പ്രക്രിയ പൂർണ്ണമാവുന്നു. ഇതിനെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പരിണമിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ശുദ്ധമായ ഈശ്വര ചൈതന്യം സ്വയം പരിണമിച്ച് പ്രപഞ്ചമായി തീരുന്നത്. അങ്ങനെ പരിണമിച്ചുണ്ടാകുന്ന ഒരു വസ്തു ആയതുകൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്ന് പേരുള്ളത്. പ്രഹർഷേണ പഞ്ചീകരിക്കപ്പെട്ടതെന്ന് പേരുള്ളത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് പരിണമി? ശുദ്ധമായ ഈശ്വര ചൈതന്യം. കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചു, അടിയിൽ തീയൊക്കെ തീപ്പിയൊക്കെ പിടിപ്പിച്ച് കുറെ കാലം നേരം തിളപ്പിച്ചാൽ എന്താവും? വെള്ളം തിളയ്ക്കും, നീരാവിയാവും. ആ നീരാവിയിൽ എന്താ ഉള്ളത്? വെള്ളം മാത്രമാണ്, വേറൊരു വസ്തുവില്ല. കാരണം ജലം സ്വയം പരിണമിച്ചുണ്ടായതാണ് നീരാവി. കുറച്ച് വെള്ളം എടുത്ത് പാത്രത്തിൽ നമ്മളൊരു ഫ്രീസറിൽ കൊണ്ടുവച്ചു, മഞ്ഞുകെട്ടായി മാറ്റി, അത് ഐസ് കെട്ടായി മാറും. ആ മഞ്ഞുകെട്ടയിൽ എന്താണ്? വെള്ളം മാത്രമേ ഉള്ളൂ. കാരണം ജലം സ്വയം പരിണമിച്ചുണ്ടായതാണ് ഈ മഞ്ഞുകെട്ട, അല്ല വെള്ളം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ജലം പരിണമിച്ച് നീരാവിയായാലും ജലം പരിണമിച്ച് മഞ്ഞുകട്ടയായാലും ഘനീഭൂതമായി അത് ഖരാവസ്ഥയിലായാലും അത് വായുവിന്റെ സ്വഭാവം നീരാവിയായാലും രണ്ടിനകത്ത് എന്താ ഉള്ളത്? ജലം മാത്രമേ. ഇതുപോലെ ആ ശുദ്ധമായ ഈശ്വര ചൈതന്യം സ്വയം പരിണമിച്ച്, അതാരും സൃഷ്ടിച്ചതല്ല, സ്വയം പരിണമിച്ച്, സ്ഫോടത്തെ സ്വയം പരിണമിച്ച് ആകാശമായി, വായുവായി, അഗ്നിയായി, ജലമായി, പൃഥ്വിയായി 5ആയി പരിണമിക്കുന്ന സമയത്ത് ആ ഈശ്വര ചൈതന്യം സ്വയം പരിണമിച്ചുണ്ടായതാണ് പ്രപഞ്ചം. അതിൽ വേറൊന്നും ചേർന്നിട്ടില്ല. കാരണം വേറൊന്നും ചേരാനില്ല അതിനകത്ത്. അപ്പൊ ആ ഓരോ പരമാണുവിലും ഈശ്വര ചൈതന്യമുണ്ട്. ഇതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ഈ പ്രപഞ്ചത്തിന്റെ ഘടന അതാണ്. അപ്പൊ ആ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? ഈശ്വര ചൈതന്യമുണ്ട്. കാരണം പ്രപഞ്ചം സൃഷ്ടമായിരിക്കുന്നത് ആ ഈശ്വരനെ പഞ്ചീകരിക്കപ്പെട്ട് പഞ്ചഭൂതങ്ങളെ പരിണമിച്ചുണ്ടായതാണ് പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകം പരമാണുക്കളാണെങ്കിൽ ഓരോ പരമാണുവിൽ എന്തുള്ള ഈശ്വര ചൈതന്യമുള്ളത്? നീരാവിയിൽ ഓരോ പരമാണുവിലും ജലമുള്ളതുപോലെ ആ ഈശ്വര ചൈതന്യം സ്വയം പരിണമിച്ചുണ്ടായ ഈ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിലും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അമോരണീയാൻ. ഓരോ പരമാണുവിലും അഥവാ അതിന്റെ ഭേദിച്ചാൽ അതിനുള്ളിലാണ്. മഹത്തോ മഹീയാൻ. ഈ പ്രപഞ്ചമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അതിനകത്തും ഒരേപോലെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് ഹിന്ദു ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അത് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു പേരില്ല. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ പേരുകളും എല്ലാ നാമങ്ങളും ആ ഈശ്വരന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈശ്വരൻ നാമാതീതനാണ്. ഈ പ്രപഞ്ചം ധാരാളം ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങൾ മുഴുവൻ എവിടുന്ന വന്നത്? ഈശ്വര ചൈതന്യം പരിണമിച്ചുണ്ടായതാണ്. അതുകൊണ്ട് ഈശ്വരൻ പ്രത്യേകിച്ചൊരു ഗുണം പറയാനില്ലാത്തതുകൊണ്ട് ഈശ്വരൻ ഗുണാതീതനാണ്. പിന്നെയോ എല്ലാ രൂപങ്ങളും ഈശ്വരന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം എന്ന് പറയാനില്ല, പ്രത്യേകിച്ച് രൂപഭാവനയില്ല. ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലങ്ങളില്ല. ദേവതകളെ പ്രതിഷ്ഠ അമ്പലമില്ല. കാരണം എന്താ? ദേവതകളെ പ്രതിഷ്ഠിക്കുന്ന, ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഒരു സങ്കല്പം വേണം, ഒരു രൂപം വേണം, ഒരു ധ്യാനശ്ലോകം വേണം. അതുകൊണ്ട് ഈശ്വരൻ എല്ലാ രൂപവും ഈശ്വരൻ്റെ, പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈശ്വരൻ രൂപാതീതനാണ്. അപ്പൊ ഈശ്വരൻ 3 ഗുണങ്ങളാണ്. രൂപാതീതനാണ്, നാമാതീതനാണ്, ഗുണാതീതൻ. പക്ഷെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിലില്ല, അപ്പൊ പ്രതിസന്ധി വരാൻ പാടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ പ്രധാനമായിട്ടും 3 തരം പാപങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആണവമലം, കാർമ്മികമലം, മായികമലം. അപ്പൊ നമ്മൾ പരമാണുക്കളായി, ഈ പ്രപഞ്ചം പരമാണുക്കളായിട്ട് പരിണമിക്കും. ശുദ്ധമായ ഈശ്വര ചൈതന്യം അത് പരമാണുവായി തീരുന്ന സമയത്ത് ഒരു പരമാണു ഒരു ആവരണം ഉണ്ടാകുന്നു.
ആ ആവരണത്തിനുള്ളിൽ, പരമാണുവിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഈശ്വര ചൈതന്യമാണ്. നിറഞ്ഞിരിക്കുന്ന പഴയ ചൈതന്യം ഈശ്വര ചൈതന്യം തന്നെയാണ്. അതേ ചൈതന്യം ഒരു പരിധിക്കുള്ള, ഒരു അതിർത്തിക്കുള്ള, പരിമിതിക്കുള്ള, പരിമിതമായിരിക്കുന്ന ഒരു ആവരണത്തിനുള്ളിൽ കുടുങ്ങി നിൽക്കുന്നതുകൊണ്ട് അതില് ഞാൻ വേറെയാണ് എന്ന് തോന്നുന്നല്ല. ഈ ആവരണവും ഈശ്വര ചൈതന്യം തന്നെയാണ് വിചാരിക്കണം. കാരണം ഈ ആവരണം ഈശ്വര ചൈതന്യമാണ്, ആവരണത്തിന് പുറത്തും ഈശ്വര ചൈതന്യമാണ്, അതിനുള്ളിലും ഈശ്വര ചൈതന്യം തന്നെയാണ്. പക്ഷെ ഒരു അതിർവരമ്പുണ്ടാണ്. അതുകൊണ്ട് അതിന് ഒരു പരിമിതിയുണ്ട്. അതിനാണ് ആണവമനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈശ്വര ചൈതന്യം, പരമാത്മാവ് എല്ലായിടും നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉള്ളിലും അതേ ആത്മചൈതന്യം തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ചൈതന്യം എന്താ പറയുക? ജീവാത്മാവ് എന്നാണ് പറയുക. ഇതിനെ പരമാത്മാവാണ് ശരിക്കും. അതിന്റെ അംശം തന്നെയാണ്. അതിന് വ്യത്യസ്തമായ ഒന്നുമല്ല. വേറിട്ട് നിൽക്കുന്ന ഒരു വസ്തുവേ അല്ല. പക്ഷെ ശരീരമാകുന്ന ഒരു പരിമിതിയുള്ള ഒരു ആവരണം ഉള്ളത് കൊണ്ട് എനിക്ക് പരമാത്മാവിനെ സ്വാംശീകരിക്കാൻ പറ്റുന്നില്ല. അതിന് പ്രത്യേകത. അപ്പൊ നമുക്കൊരു മാലിന്യം, ഒരു പാപം, ഒരു പരിമിതി നമുക്ക് തോന്നും. അതാണ് ആണവമനം എന്ന് പറയുന്നത്. സത്യത്തിൽ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും പ്രപഞ്ച ചൈതന്യവും ഒന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് അനുഭവിക്കാൻ, ഞാൻ വേറെയാണ്, ഞാൻ ഒരിക്കലും അതാണ് എന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം മായയാണ് കാരണം. സത്യത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ശരീരമാകുന്ന പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഈ മായയിൽപ്പെട്ടിരിക്കും. ഞാൻ ഈശ്വരനല്ല, ഞാൻ പരമാത്മാവല്ല എന്ന ബോധത്തിലാണ് സാധാരണ. ഇതാണ് മായികമാണ് എന്ന് പറയുന്നത്. ഇങ്ങനെ പെട്ടിരിക്കുന്നത് കൊണ്ട് ധാരാളം കാർമ്മികമായ, നമ്മൾ ചെയ്തതും പരമ്പര ഒന്നു ചേർന്ന് കാർമ്മികമായ പാപങ്ങളെ കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നു, വികസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഒന്ന് വികസിച്ചാൻ പറ്റും, ബോധം ഒന്ന് വികസിച്ചാൽ നമുക്കത് പരമാത്മമായി അനുഭവിക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് പലപ്പോഴും അറിയാം, പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അനുഭവിക്കണ്ടേ? അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് പരമ്പരയുടെ വന്നു ചേർന്നിരിക്കുന്ന പാപത്തിന്റെ ഫലമാണ്. കർമ്മം കൊണ്ട പാപം ഉണ്ടാവും. അപ്പൊ കാർമ്മികമായ മല, ഈ കാർമ്മികവും ആണവും മായികവുമായ മലങ്ങളെ കൊണ്ട്, മാലിന്യങ്ങളെ കൊണ്ട്, പരിമിതികളെ കൊണ്ട് നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ അനുഭവിച്ച പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അനുഭവിക്കാൻ പറ്റും. അപ്പൊ സാധാരണക്കാർ ഇങ്ങനെ പരിമിതികളുള്ളതുകൊണ്ട് അവന് ദുഃഖമുണ്ട്, പലതരം ദുഃഖങ്ങളുണ്ട്. ആഗ്രഹം സാധിക്കുന്നില്ല. തന്ത്രത്തിന്റെ പ്രത്യേകത ദുഃഖം ഉണ്ടാവുന്ന ആഗ്രഹം കൊണ്ടല്ല. ആഗ്രഹമല്ല ദുഃഖത്തിന് കാരണം. മനുഷ്യന് ആഗ്രഹം വേണ്ടേ? ഒരു യുവാവിന് വളർന്നു വരുന്ന സമയത്ത് ജോലി വേണം, വിദ്യാഭ്യാസം വേണം, വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം വേണ്ടേ? മനുഷ്യന് ആഗ്രഹം വേണം, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പലരും പറയും ആഗ്രഹമാണ് ദുഃഖത്തിന്, അത് ആഗ്രഹം പാടില്ല. അങ്ങനെയല്ല. ആഗ്രഹം ദുഃഖം ഉണ്ടാക്കൊന്നുമില്ല. ആഗ്രഹം സാധിക്കാതിരിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. മനുഷ്യ സാധാരണക്കാർ പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ ആഗ്രഹം സാധിക്കാതിരിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. ആഗ്രഹം സാധിക്കാനോ? പരിശ്രമം ചെയ്യുകയിലേതിനെയും കരത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്ര മനുഷ്യരെ എന്ത് നേടിയ നമുക്ക് കഴിയും. പക്ഷെ അത് സാധിക്കുന്നില്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിലില്ലേ? സാധിക്കണ്ടേ? പക്ഷെ ഈ മാലിന്യങ്ങൾ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കാർമ്മികമായ മാലിന്യങ്ങൾ നശിച്ച് മുന്നോട്ട് പോകും. അതിന് ചില എളുപ്പ വഴികൾ, ചില ടെക്നിക്ക്, അതാണ് തന്ത്രം. തന്ത്രം എന്ന് പറഞ്ഞാൽ ടെക്നിക്കല്ല, ചില ഉപായങ്ങളാണ് തന്ത്രം. ആ തന്ത്രത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം വേണ്ടത്ര കിട്ടുന്നില്ല. അപ്പൊ ഋഷീശ്വരന്മാർ പറഞ്ഞു, നീ സരസ്വതീ ദേവി ഉപാസിക്കൂ, ഇന്ന മന്ത്രം ജപിക്കൂ, ഒരു നാമമുണ്ട്, മനസ്സിലായല്ലോ, ജപിക്കൂ. ഇന്ന രൂപത്തിൽ ധ്യാനിക്കൂ. സരസ്വതി രൂപമുണ്ട്. ഒരു പുസ്തകത്തില്, ഒരു കയ്യില് പുസ്തകം, ഒരു കയ്യിൽ ജപമാലി, വീണ രൂപമുണ്ട്. അപ്പൊ അയാൾ ഉപാസിച്ചാൽ നേടി ആ ആഗ്രഹം സാധിക്കാൻ പറ്റും. വിദ്യാഭ്യാസം വേണമെന്നുള്ള ആഗ്രഹം, ജ്ഞാനവിജ്ഞാനങ്ങൾ നേടിയെടുക്കുന്ന ആഗ്രഹം സാധിക്കാൻ തൻ്റെ ഉള്ളിലുള്ള ആ ഗുണത്തെ, ആ ദേവതാരാധനയിലൂടെ ഈശ്വരൻ തൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഗുണവും തൻ്റെ ഉള്ളിലുണ്ട്. തൻ്റെ ഉള്ളിലുള്ള ആ ഗുണത്തെ വർദ്ധിപ്പിച്ച് പ്രവൃദ്ധമാക്കിയിട്ട്
ആ ദുഃഖം മാറാൻ നേടിയെടുക്കാൻ മനുഷ്യന് കഴിയും. ഏറ്റവും നല്ല ഉദാഹരണം ഒരു ദേവതാരാധന പ്രത്യേകത. അപ്പൊ ഈശ്വരന്റെ രൂപം അല്ല, ദേവതയുടെ രൂപമാണ്. ഒരു സരസ്വതി രൂപം, ഒരു രൂപധ്യാനം ഉണ്ടാവും, അതിന് ഒരു മന്ത്രം ഉണ്ടാവും, ഇത് സ്വാംശീകരിച്ച ആ ഗുണം സ്വാംശീകരിക്കാം. അപ്പൊ ഈശ്വരൻ എല്ലാ ഗുണങ്ങളുണ്ട്, പക്ഷെ സ്വാംശീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ദേവതയുടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ഗുണങ്ങൾ സ്വാംശീകരിക്കുന്ന മനുഷ്യന്റെ മുൻപോട്ട് പുരോഗതിക്ക് ആവശ്യമാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതിനനുസരിച്ച് ഋഷീശ്വരന്മാർ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടാക്കി. സമ്പത്ത് വേണം, ആരെ ആരാധിക്കാൻ പറയാ? സ്വാഭാവികമായിട്ട് പറയാ ലക്ഷ്മിയാണ്. പക്ഷെ മഹാലക്ഷ്മി ഒറ്റയ്ക്ക് ആരാധിച്ച് പറ്റില്ല. കാരണം അതുകൊണ്ട് വിഷ്ണുവിനെ ആരാധിച്ച് വിഷ്ണുവിന്റെ കൂടെയുള്ള മഹാലക്ഷ്മി ആരാധിക്കും. ഒരാൾക്ക് സന്താനങ്ങൾ വേണം, സന്താനമൂർത്തി ആരാധിക്കാൻ പറഞ്ഞു. ഒരാൾക്ക് എല്ലാം തൊട്ട വിഘ്നങ്ങൾ ഒന്ന് നേടിയെടുക്കാൻ കഴിയുന്നു, അപ്പം പറയും ഗണപതി ആരാധിക്കും. ഗണപതിയിലേക്ക് 2 പത്നിമാരെ സങ്കല്പമുണ്ട്. ധാരാളം ഗണപതിയിലുണ്ട്. ഒരു സങ്കല്പം 2 പത്നിമാരുണ്ട്. സിദ്ധിയും ബുദ്ധിയും 2 ആ ദേവത ഉപാസന സിദ്ധി ഉണ്ടാകും. അധ്വാനിച്ചതിന് ഫലം ലഭിക്കും. സിദ്ധി എന്ന് പറഞ്ഞാൽ മാജിക് കാണിക്കലൊന്നാണ്. അധ്വാനത്തിന് ഫലം കിട്ടാം. 100 രൂപയ്ക്ക് അധ്വാനിച്ചാൽ 100 രൂപ വേണ്ടേ? അതിന് ഗണപതി ആരാധിച്ചാൽ മതി. അധ്വാനത്തിന്റെ ഫലം നമുക്ക് സിദ്ധിക്കും. വേണ്ട പോലെ ഒരു ഏത് കാര്യം തുടങ്ങുന്ന സമയത്ത് കൃത്യമായ ഒരു ലക്ഷ്യബോധം നമുക്ക് വേണം. ആ മാർഗത്തെ ബോധം വേണം. ഇതാണ് ബുദ്ധി എന്ന് പറയുന്നത്. കൗശലമല്ല, ബുദ്ധി വേണം. കൃത്യമായിട്ട് നമ്മൾ ഉള്ളിൽ കാര്യം ഇത് തുടങ്ങിയ ഇവിടെ എത്തും നമുക്ക് തോന്നും, ഉള്ളിൽ തോന്നും. ആണ് ബുദ്ധി. അതിന് ഗണപതി ആരാധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഏത് കാര്യം തുടങ്ങുന്ന സമയത്ത് ഗണപതി ആരാധിക്കാൻ കാരണം ബുദ്ധി എന്ന ശക്തി ഗണപതിയെ കൊണ്ട്. സിദ്ധി ബുദ്ധി ശക്തി സഹിതമാണ് ഗണപതിയാണ്. അപ്പൊ ഗണപതി ആരാധന ഈ 2 ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. സിദ്ധി ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും. പിന്നെ ജീവിതത്തിൽ 100 ആവശ്യങ്ങളുണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റിയ ദേവതാ സങ്കല്പങ്ങൾ ഋഷീശ്വരന്മാർ സൃഷ്ടിച്ചു. ആ പദ്ധതിയാണ്, ആ ആരാധനാ പദ്ധതിയാണ് തന്ത്രം എന്ന് പറയുന്നത്. അവിടെ ദേവതകളുണ്ട്, രൂപങ്ങളുണ്ട്. അവിടെ ഓരോ ദേവതയ്ക്ക് ഓരോ മന്ത്രമുണ്ട്, പിന്നെ ബീജാക്ഷരമുണ്ട്. പക്ഷെ ഇതാരും നമുക്ക് തരണം? ഒരു ഗുരു പരമ്പരയുടെ ലഭിക്കണം. പുസ്തകം നോക്കിയിട്ട് കാര്യമൊന്നും. കാരണം നെല്ലുണ്ടാക്കണമെങ്കിൽ ഗവേഷണശാലയിൽ ഇഷ്ടം പോലെ നെല്ലിനെ പറ്റി ലേഖനങ്ങളും പ്രബന്ധങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. നെല്ലുണ്ടാവും. പൂർണ്ണമായി വളർച്ചയെത്തിയ ഒരു നെല്ലിൽ നിന്ന് വേണം ഒരു വിത്ത് കിട്ടാൻ. അത് പാകപ്പെടുത്തിയെടുത്ത് ഒരു കൃഷിക്കാരൻ വേണം നടാൻ. വേണ്ട സമയം നോക്കി, കാലാവസ്ഥ നോക്കി ഒരു വളം ചെയ്യാൻ കൃഷിക്കാരുണ്ടാകും. അങ്ങനെയുള്ളതാണ് നെല്ല്. ഇതുപോലെ ബീജമന്ത്രങ്ങളാണ് ഗുരുനാഥന്മാർ നമുക്ക് തരുന്നത്. ആ ബീജമന്ത്രം എവിടുന്നാ വരുന്നത്? പുസ്തകം നോക്കി പഠിക്കുന്നതല്ലേ. ഗുരു പരമ്പരയിലൂടെ ലഭിക്കുന്ന സദാശിവ സമാരംഭം സ്വസ്തി ശിവാജ് ശ്രീ ഗുരുഭ്യോ നമഃ. ശിവൻ മുതൽ തൻ്റെ ഗുരുനാഥൻ വരെയുള്ള നീണ്ടൊരു പാരമ്പര്യമുണ്ട്. ആ പരമ്പരയിലുള്ള ഗുരുനാഥന്മാർ സ്വാംശീകരിച്ച മന്ത്രചൈതന്യത്തെ വിത്തിന്റെ രൂപത്തിൽ ബീജരൂപേണ ബീജമന്ത്രമാക്കിയിട്ട് ശിഷ്യനിലേക്ക് നിക്ഷേപിക്കും. ഇതാണ് ഗുരുപരമ്പര ആവശ്യം. തന്ത്രത്തിൽ ഗുരു പരമ്പരയിലൂടെ തന്ത്രശാസ്ത്രം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അവിടെ പ്രധാനം ഗുരുനാഥൻ, ആ ഗുരു പരമ്പര. ഒരു വ്യക്തിക്കല്ല പ്രധാനം, വ്യക്തി ഒന്നുമല്ല. മുൻപിൽ നാം കാണുന്ന ഗുരുനാഥൻ എന്ന് പറയുന്നത് വ്യക്തിയല്ല, വേറൊരു വ്യക്തിയല്ല. കാരണം ഈ ചൈതന്യം എവിടുന്ന് വരുന്നു? ഞാൻ ഈ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ ഇവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്, അതിന് കറണ്ട് എടുത്തു. ആ പ്ലഗ് പോയിന്റിൽ ഇത് കുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് കറണ്ട് ഇവിടെ വരുള്ളൂ. പക്ഷെ കറണ്ട് എവിടുന്ന് വരുന്നു? അത് എവിടോ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏതോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, പല വഴികളിൽ വന്നിട്ട് ഇവിടെ എത്തിച്ചു. തൊട്ട് മുൻപിൽ നിൽക്കുന്ന ഗുരുനാഥൻ എന്ന് പറയുന്നത് ഒരു പ്ലഗ് പോയിന്റ് സ്ഥാനമുണ്ട്. എവിടുന്ന ബീജാക്ഷരങ്ങൾ ചൈതന്യം വരുന്നത്? ഒരു പരമ്പരകളിലൂടെ ശിവൻ മുതൽ തൻ്റെ ഗുരുനാഥൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യം. അവർ ഉപാസിച്ചിരിക്കുന്ന മന്ത്ര ചൈതന്യങ്ങളെ വിത്തിന്റെ രൂപത്തിൽ നാം സ്വീകരിക്കുന്നു, നമ്മൾക്ക് അത് നിക്ഷേപിക്കുന്നു. അത് നാം ആ പരമ്പരയുടെ ഭാഗമായിട്ട്.
അത് നിരന്തരമായി സ്വാംശീകരിച്ച് വർദ്ധിപ്പിച്ച് കൃഷി ചെയ്ത് വർദ്ധിപ്പിക്കണം. എന്നിട്ട് ആ ഗുണത്തെ നാം വേർതിരിച്ച് വളർത്തിയെടുക്കും, പ്രബുദ്ധമാക്കിയെടുക്കും. ഇതാണ് താന്ത്രിക ആരാധന പ്രത്യേകത. ഭാരതത്തിൽ ഗണപതി ആരാധന മുതൽ ധാരാളം ആരാധന സമ്പ്രദായങ്ങളുണ്ട്. ഏറ്റവും ഉന്നതമായ ഒരു പദ്ധതിയാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ വേദം എന്നാണ്. വേദം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. വേദമന്ത്രങ്ങളല്ല വേദം എന്ന് പറയുന്നത്. വേദം ജ്ഞാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണതയാണത്. അത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതല്ല, സാധനയിലൂടെ, ഉപാസനയിലൂടെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരിയെ പൂർണ്ണതയെ വളർത്തിയെടുക്കുന്നതാണ്. ബോധതലത്തിന്റെ പൂർണ്ണമായ വികാസമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്നാണ് വേദങ്ങളുടെ അർത്ഥം. വേദം എന്ന വാക്കിട്ട് ജ്ഞാനം എന്നാണ്. അത് നേടിയെടുക്കാനുള്ള താന്ത്രികമായ പദ്ധതിയുടെ പൂർണ്ണതയുടെ പേരാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. ജ്ഞാനം എന്നാണ് അർത്ഥം. ശ്രീവിദ്യാ സമ്പ്രദായം കേവലം ഒരു ദേവതോപാസനയല്ല, പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് ഉള്ള പദ്ധതിയാണ്, വഴിയാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. ഞാൻ എന്ന ബോധത്തെ വികസിപ്പിച്ച് പ്രപഞ്ച ബോധത്തോളം വികസിക്കണം. ഇപ്പൊ നമ്മുടെ ഞാൻ എന്ന് പറഞ്ഞ ബോധമുണ്ട്. ഈ ബോധം സത്യത്തിൽ എന്തിന്റെ ഭാഗമാണ്? പ്രപഞ്ചബോധത്തിന്റെ ഭാഗം തന്നെയാണ്. ആ ഈശ്വര ചൈതന്യം സ്വയം പരിണമിച്ചുണ്ടായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ ബോധത്തെയാണ് പ്രപഞ്ചബോധം എന്ന് പറയുന്നത്. അതിന്റെ അംശമാണ് നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ള ബോധം ഞാൻ എന്ന് പറയുന്ന പരിമിതമായ ഒരു ബോധമാണ്. കാരണം അത് ശരീരത്തിനോട് കുടുങ്ങി നിൽക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ബോധം ഞാൻ എന്ന് പറയുന്ന ബോധമാണ്. ഭാരതീയമായ ആധ്യാത്മികതയുടെ മുഴുവൻ ലക്ഷ്യം ആ ബോധത്തെ വികസിപ്പിച്ച് പ്രപഞ്ചബോധത്തോളം വികസിക്കലാണ്. ധീമഹി ധിയോ യോ ന പ്രചോദനം. ഞങ്ങളുടെ ബോധത്തെ വികസിപ്പിക്കാനേ. അത് പൂർണ്ണമായിട്ട് വികസിച്ച് എവിടെ എത്തിച്ചേരും? പ്രപഞ്ചബോധത്തോളം വികസിക്കും. ഞാൻ ഈശ്വരനായിത്തീരും. ശിവം ഭൂത്വാ ശിവം. ഞാൻ ഈശ്വരൻ തന്നെയായിത്തീരും. കാരണം നമ്മൾ ഈശ്വരനാണ് സത്യത്തിൽ. കാരണം തൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഈശ്വര ചൈതന്യമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പാപങ്ങളെ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, വേർതിരിച്ചറിയാൻ പറ്റും. ഋഷീശ്വരന്മാർ തപസ് ചെയ്ത് നേടിയെടുത്തത് ആ ബോധത്തിന്റെ പൂർണ്ണമായ വികാസമാണ്, പൂർണ്ണതയാണത്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാൻ പദ്ധതിയാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. വളരെ നീണ്ട പൗരാണിക കാലഘട്ടത്തിൽ ഭാരതത്തിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ ഋഷീശ്വരനും ശ്രീവിദ്യോപാസകന്മാരായിരുന്നു. ഭാരതത്തിലെ പൂർണ്ണമായിരിക്കുന്ന ശാസ്ത്ര സമ്പ്രദായം വികസിക്കാൻ അടിത്തറ ശ്രീവിദ്യാ സമ്പ്രദായം. ഈ സമ്പ്രദായത്തിലെ ആരാധനാക്രമം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ചരിത്രപരമായി നോക്കിയാൽ ഭാരതത്തിൽ എപ്പോഴൊക്കെ അപചയം ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് മുഴുവൻ ഈ സമ്പ്രദായത്തിന്റെ തപശക്തി കൊണ്ട് ഭാരതം ഉയർന്നു വന്നത്. ധാരാളം ഉദാഹരണങ്ങൾ പറയാം, ചരിത്രത്തിൽ പറയാൻ കഴിയും. വീരശിവാജി, അദ്ദേഹം വൈദേശിക ആക്രമണത്തോടെ ഭാരതത്തിൽ കടന്നുപോയ സമയത്ത് അദ്ദേഹം അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഹിന്ദുമത അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി, ഭാരതത്തിന് അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹം ഉപാസിച്ചിരുന്നത് ശ്രീവിദ്യയാണ്. ശ്രീശൈലം എന്നൊരു ക്ഷേത്രമുണ്ട് ഹൈദരാബാദ്. അവിടെ അദ്ദേഹം തപസ് ചെയ്തിരുന്നു. 51 ശക്തിപീഠങ്ങളുള്ള ഒന്നാണ് ശ്രീശൈലം. അവിടെ പോയി നമുക്ക് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അവിടെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഒരു പൂർണ്ണമായ മന്ത്രമുണ്ട്, ഖഡ്ഗമാല മന്ത്രം. ഇതുകൊണ്ടാണ് ഉപാസിക്കാറ്. നമ്മൾ പോയാൽ നമുക്ക് അത് മന്ത്രം കൊണ്ട് അവർ പറഞ്ഞു തരും. അതുകൊണ്ട് കുങ്കുമാർച്ചന ചെയ്യാൻ പറ്റും. വീരശിവൻ എങ്ങനെ വിജയിച്ചത്? അദ്ദേഹത്തിന് ഭവാനി പ്രത്യക്ഷമായിട്ട് വാള് കൊടുത്തു എന്നാണ്, ഖഡ്ഗം കൊടുത്തു എന്നാണ് പറയുന്നത്. സത്യൊരു സങ്കല്പം മാത്രമാണ്. അതെന്താണ്? അദ്ദേഹം ഖഡ്ഗമാല എന്ന് പറയുന്നത് എന്താണ് ഉപാസിച്ചിരുന്നത്? അത് ശ്രീവിദ്യയോട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും പ്രത്യേകതയാണ്. ഇപ്പോഴും നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയാൽ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രം കാണാം. ആ ശ്രീചക്രം നമുക്ക് നേരിട്ട് അർച്ചന നടത്താൻ പറ്റും. ഈ മന്ത്രം അവർ പറഞ്ഞു തരും, ജപിച്ചു തരാണ്. നേരിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ വീരശിവാജി അദ്ദേഹം ഊർജ്ജം എന്തായിരുന്നു? ശ്രീവിദ്യയായിരുന്നു. വിജയനഗര സാമ്രാജ്യം പുനഃസ്ഥാപിച്ചു. അതിന് പ്രേരണ കൊടുത്തത് വിദ്യാരണ്യ സ്വാമികളാണ്.
ഇന്ന് ലഭിച്ചിരിക്കുന്ന ശ്രീവിദ്യാ സമ്പ്രദായം ഏറ്റവും വലിയ ടെക്സ്റ്റ്, ഏറ്റവും വലിയ പുസ്തകങ്ങളൊന്ന് ശ്രീവിദ്യാർണവ തന്ത്രം എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത് ശ്രീവിദ്യാവാസനായിരുന്നു. അതിന്റെ പേരിൽ ചൈതന്യം അദ്ദേഹത്തിന്റെ ആയിരുന്നു. അങ്ങനെ ഭാരതത്തിലെ മിക്കവാറും എല്ലാ വിഭാഗം, ഇപ്പൊ അരവിന്ദ മഹർഷി വിപ്ലവകാരിയായിരുന്നു. ഭാരതത്തിൽ സ്വാതന്ത്ര്യം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചൈതന്യം ശ്രീവിദ്യയാണ്. ഇപ്പോഴും അരവിന്ദാശ്രമത്തിലെ ധാരാളം അദ്ദേഹത്തെ അനുയായികളായ സായിപ്പന്മാര്, ഫ്രഞ്ചുകാര്, അവർ മിക്കവാറും എല്ലാവരും ശ്രീവിദ്യാഭാസന തുടങ്ങി. അവർ അവിടുത്തെ പഴയ പുസ്തകങ്ങൾ അന്വേഷിച്ച് കണ്ടു ശ്രീവിദ്യ ബന്ധം കുറേ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങൾ ശ്രീവിദ്യയോട് ബന്ധപ്പെട്ടതാണ് അവർ അടുത്ത കാലത്ത് മനസ്സിലാക്കി തുടങ്ങി. ഇനി ആരാണ് ഭാരതത്തിലെ മിക്കവാറും എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, സാമൂഹ്യ നേതാക്കന്മാരും ശ്രീവിദ്യാഭാസകന്മാരായിരുന്നു. ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട നാരായണ ഗുരുസ്വാമികളും ചട്ടമ്പിസ്വാമി ശ്രീവിദ്യയോട് ബന്ധപ്പെട്ടവരാണ്. ചട്ടമ്പിസ്വാമിയുടെ ആശ്രമത്തിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിന് ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ട് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എങ്ങനെയാണ് ശ്രീചക്രം വരയ്ക്കേണ്ടതെന്ന വിധി ആ പുസ്തകത്തിലുണ്ട്. അദ്ദേഹം പൂജിച്ചിരുന്ന ശ്രീചക്രം ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർണ്ണം കൊണ്ട് ശ്രീചക്രം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 വർഷം പൂജിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം ഉപാസിച്ചിരുന്നു. അദ്ദേഹം ശിഷ്യൻ കൊടുക്കാം. എൻ്റെ ഗുരുഭായി ഉണ്ടായിരുന്നു. അവരെ പേര് ലളിതാംബിക. ആ പേരിട്ടത് ചട്ടമ്പിസ്വാമി പറഞ്ഞിട്ടാണ് ആ പേരിട്ടത് എന്നവരെന്നോട് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചട്ടമ്പിസ്വാമികളായാലും അയ്യാവോ അടികളാണെങ്കിലും ഇവർ മുഴുവൻ ശ്രീവിദ്യാ സമ്പ്രദായം. അയ്യാ വൈകുണ്ഠ സ്വാമികളാണ് ശ്രീവിദ്യയുടെ അടുത്ത ബന്ധമുള്ളവർ. ബാലയും ശ്രീവിദ്യയും സത്യം ഒന്ന് തന്നെയാണ്. ബാലസുബ്രഹ്മണ്യ മന്ത്രമാണ് ഇവർ വാസിച്ചിരുന്നത്. അങ്ങനെ കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ട ചരിത്രത്തിൽ നോക്കിയാൽ ഇവിടെയും ചുരുക്കി പറയാം, സമയം വൈകിയതിന് വളരെ ചുരുക്കി പറയാം, അപചയം വന്ന സമയത്ത് മുഴുവൻ ശ്രീവിദ്യാ സമ്പ്രദായ അടിത്തറയുള്ള തപശക്തിയാണ് ഭാരതം രക്ഷിച്ചത്. സാമൂഹ്യ പരിവർത്തന ഊർജം ശ്രീവിദ്യാ സമ്പ്രദായം മനസ്സിലാക്കാൻ. ശങ്കരാചാര്യസ്വാമികള് അത് ശ്രീവിദ്യോപാസകനായിരുന്നു. സൗന്ദര്യലഹരി ശ്രീവിദ്യയുടെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ബുദ്ധമതത്തെ തുടർന്ന് ഭാരതത്തിന് അപചയം ഉണ്ടായ, സനാതന ധർമ്മത്തിന് അപചയം ഉണ്ടായ സമയത്ത് അത് പുനഃസ്ഥാപിക്കേണ്ടി വന്ന കാലടിയിൽ ശങ്കരാചാര്യർ. അദ്ദേഹം പുനഃസ്ഥാപിച്ചിരിക്കുന്ന 4 മഠങ്ങളെയും എല്ലാ ശങ്കരാചാര്യന്മാരും സ്ഥിരമായിട്ട് ശ്രീചക്ര പൂജ ചെയ്യാൻ നിർബന്ധമാണ്. ശൃംഗേരി ശാരദാദേവി ശ്രീവിദ്യ തന്നെയാണ്. കാഞ്ചിയിൽ ശ്രീവിദ്യ തന്നെയാണുള്ളത്. ശങ്കരാചാര്യസ്വാമികൾ സകുങ്കുമ വിലേപനം എന്ന് പറഞ്ഞ ധ്യാനശ്ലോകം ശങ്കരാചാര്യ ദേവിയെ പ്രത്യക്ഷമാക്കിയത് കാഞ്ചിയിൽ വെച്ചാണെന്ന് ഐതിഹ്യമുണ്ട്. ശ്രീവിദ്യയുണ്ട്. ഇന്നത്തെ പുരി ശങ്കരാചാര്യസ്വാമികൾ പ്രായമുള്ള ആദ്യമുള്ള ശാസ്ത്രജ്ഞനാണ്. വളരെ ഉഗ്ര സയൻസ്, ആധുനിക ശാസ്ത്ര വളരെ പണ്ഡിതനാണ്. അദ്ദേഹം കർപ്പാർത്തി മഹാരാജൻ എന്ന് പറയുന്ന ശിഷ്യനാണ്. കർപ്പാർത്തി മഹാരാജ് ശ്രീവിദ്യോപാസകനാണ്. ഇങ്ങനെ ഭാരതത്തിലെ ശങ്കരാചാര്യസ്വാമികൾ മുതൽ ആധുനിക കാലഘട്ടത്തിലെ ചട്ടമ്പിസ്വാമികൾ, നാരായണ ഗുരുദേവൻ, അയ്യാവടികൾ വരെ ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ടൊരു പാരമ്പര്യമുണ്ട്. പണ്ട് കാലത്ത് മിക്കവാറും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പൂർവികർ അന്വേഷിച്ചു പോയാൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കാണാൻ കഴിയും. അത് തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സംഘടിതമായിട്ട് ശ്രേഷ്ഠാചാര സമിതി പുനർജനം കൂടി ചേർന്നിട്ട് ഇങ്ങനെ പദ്ധതി താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരുക്കുക. അതിൽ ഞങ്ങളെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല. 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് വീണ്ടും നിശ്ചയിക്കും. അന്ന് വീണ്ടും നമുക്ക് ഇതേപോലെ കാണാം. 2-3 ആഴ്ച കഴിഞ്ഞാൽ ഔപചാരിക ക്ലാസ്സുകൾ തുടങ്ങും. അതായത് ആൾക്ക് ജോയിൻ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുള്ള ലിങ്കൊക്കെ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിച്ചുപോയി കിട്ടും. അപ്പോൾ അതനുസരിച്ച് ജോയിൻ ചെയ്ത് കൃത്യമായൊരു പാഠ്യപദ്ധതി. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ എല്ലാവരും ബന്ധപ്പെട്ട് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ടാകും നിർബന്ധമായിട്ട്. ഇപ്പം 2 ദിവസം ക്ലാസ്സിൻ്റെ വ്യാഴവും വെള്ളിയുണ്ട്. ഇത് നമ്മൾ തൽക്കാലം ഉദ്ദേശിച്ച ശനിയാഴ്ചയാണ്. ചിലപ്പോൾ അത് ഏതെങ്കിലും ദിവസം മാറ്റും. പക്ഷെ ഇപ്പോൾ തൽക്കാലം കുറച്ച് കാലത്തെ ശനിയാഴ്ച ആയിരിക്കും. പിന്നീട് ക്രമം അനുസരിച്ച് ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട്. വൈകിട്ട് 7:30 മണിക്കാണ് ക്ലാസ്. 7:30 മണി മുതൽ ആഴ്ചയിൽ ഒരു ക്ലാസ് എഴുതും. 7:30 മണി മുതൽ 8:30 വരെ ക്ലാസ്. ചോദ്യോത്തരം ഒരു 9 മണി വരെയാണ് സമയം കണ്ടെത്തണം. ഒരു 1.5 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. സ്ഥിരമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളും മന്ത്രോപദേശം ഓഫ്ലൈനായിട്ടാണ് ചെയ്യുന്നത്. ക്ലാസ്സുകളും മന്ത്രോപദേശം ഉണ്ടാകും. മന്ത്രോപദേശം നേരിട്ടാണ് നാം സ്വീകരിക്കേണ്ടത്.
കഴിഞ്ഞ 2-3 ക്യാമ്പുകളായിട്ട് നമ്മൾ ഇത് കുറേ മദ്രസയും ക്രമം കഴിഞ്ഞു. ഇത് മുഴുവൻ ഉണ്ടായപ്പോൾ ചിന്മയ മിഷൻ്റെ കേന്ദ്രമുണ്ട് എറണാകുളം ജില്ലയിൽ പിറവത്ത്. ചിന്മയ മിഷൻ്റെ കേന്ദ്രം അവിടെയാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കുന്ന ഇല്ല അവിടെയാണ് ആ കേന്ദ്രം ഉള്ളത്. അവിടെ വെച്ചാണ് ക്യാമ്പ് നടത്താറ്. ഇതുവരെ നടത്തിയിരുന്നത്. അവിടെ തുടർന്ന് സൗകര്യം കിട്ടിയാൽ നമ്മൾ അവിടെ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് നടത്താൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമുള്ള ശ്രീവിദ്യയുടെ മൂലസ്ഥാനം അതായതുകൊണ്ട്, ശ്രീവിദ്യയുടെ കേന്ദ്രമായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു സൗകര്യം തന്നു കഴിഞ്ഞ് ചിന്മയാകൃഷ്ണൻ അനുവദിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ക്യാമ്പുകൾ നടത്താം. അവിടെ വെച്ചായിരിക്കും മന്ത്രോപദേശം ഉണ്ടാകും. മന്ത്രോപദേശം മിക്കവാറും എല്ലാവരും നേരിട്ട് തന്നെ വരണം. കാരണം മന്ത്രം ഉപദേശിക്കേണ്ടത് നേരിട്ടാണ്. ബാക്കി ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് എല്ലാ ആഴ്ചകളും ഉണ്ടാകും. നിരന്തര ക്ലാസ്സുകളുണ്ടാവും. പിന്നെ മറ്റ് സംവിധാനങ്ങൾ അത് ഇതിൽ നമ്പർ ഇതിൽ ഷെയർ ചെയ്യാം. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാം. അടുത്ത ശനിയാഴ്ച ക്ലാസ്, പിറ്റത്തെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ഇതേപോലെ കുറച്ച് 2-3 ആഴ്ച ഇൻട്രൊഡക്ഷൻ. ബാക്കി കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പൂർണ്ണമായിട്ടില്ല. ബാക്കി 2-3 ക്ലാസ്സുകളിൽ ഇത് പൂർണ്ണമാവുള്ളൂ. അത് കഴിഞ്ഞ് ഔപചാരികമായിട്ട് ക്ലാസ് ആരംഭിക്കും. നമുക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും ക്ലാസ്സിലേക്ക് താല്പര്യമുള്ളവരെന്ന് നോക്കാൻ മനസ്സിലായി. താല്പര്യമുള്ള മുമ്പോട്ട് പോകണം എന്നുള്ള നമുക്ക് തരാം. ഈ റെക്കോർഡ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ചെയ്തുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിൻ്റെ നമ്പറൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്പർ കിട്ടുക, വഴി ശ്രമിച്ചാൽ ആ നമ്പർ നിങ്ങൾ കിട്ടുക. റെക്കോർഡ് ഇന്ന് റെക്കോർഡ് ഇത് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം. തുടർന്ന് 2-3 ക്ലാസ്സുകൾ നമുക്കിതുപോലെ ഓൺലൈൻ നമുക്ക് ലഭിക്കും, അവൈലബിൾ ആണ്. തുടർന്ന് നമ്മുടെ ഗ്രൂപ്പ് പൂർണ്ണമായി കഴിഞ്ഞാൽ ക്ലാസ്സുകൾ മാത്രമേ അത് പിന്നെ റെക്കോർഡിങ് പുറമെ കിട്ടില്ല, ഉള്ളിൽ മാത്രമേ കിട്ടും. ശരി, അതുകൊണ്ട് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം 1.5 മണിക്കൂർ, ആഴ്ചയിൽ ഒരു ദിവസം 1.5 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കാം. ഞാനിപ്പോ അതിനോ ഒന്ന് അഭിപ്രായം എന്താ പറഞ്ഞോട്ടെ ചേട്ടാ. കാര്യം ആദ്യത്തെ ബാച്ചിലത്തെ ഒരു ചേർന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാന്നുള്ളത് പുതിയ ആൾക്കാരോടൊന്ന് പറയട്ടെ. എനിക്ക് 74 വയസ്സായി. ഞാൻ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലാണ്. ഇപ്പോഴും ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. ഞാനിത് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് വെള്ളിയാഴ്ച രാവിലെ 10 മണി 9 മണി 10 മണി സമയത്ത്, അത് ടൈം വ്യത്യാസം അനുസരിച്ച് ഇവിടെ വരും. വളരെ ആശങ്കയോട് കൂടിയിട്ട് ചേർന്നത്. എനിക്ക് 86 എനിക്ക് സ്വാമി രാമതിന്റെ ആദ്യത്തെ ഉപദേശം തന്നിട്ടുള്ളതാണ് പാലാമന്ത്രം. ഇത്രയും കാലം ഞാനൊരു ഗുരുനാഥനെ അന്വേഷിച്ച് കിട്ടിയത് ഇപ്പോഴാണ്. അവസാനത്തെ ഞങ്ങളുടെ ക്ലാസ് ചേർന്നപ്പോൾ 22 ഇതിലായിപ്പോ. അപ്പൊ ഏറ്റവും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കോഴ്സ് മുഴുവനും എനിക്ക് അറ്റൻഡ് ചെയ്യണം. അതുപോലെ എൻ്റെ ജോലി എനിക്ക് വിടാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതിയല്ല. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇതൊന്ന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതനുസരിച്ച് ദേവിയുടെ സഹായത്താൽ ഇതുവരെ ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ ഒറ്റ എനിക്ക് മുടങ്ങേണ്ടി വന്നിട്ടുള്ളൂ. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിൽ ദേവി വിചാരിച്ചാൽ എല്ലാവർക്കും ഇത് നടക്കുന്ന, നിങ്ങൾക്കൊക്കെ അവിടെ എന്നെക്കാളൊക്കെ എത്രയോ അടുത്താണ് അത് സാധിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതെന്റെ ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും തെറ്റായി എടുക്കല്ലേ. വിശയുടെ ഒരു ചോദ്യം, മന്ത്രോപദേശം സ്വീകരിക്കാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാമോ? മന്ത്രോപദേശം കൊടുക്കുന്നത് വരെ ചെയ്യാം, ഇതിനെ പറ്റില്ല. കാരണം മന്ത്രോപദേശമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. നമസ്കാരം, പറയൂ. ഇത് സാധാരണ ഗ്രഹാന്തരീക്ഷത്തില് ഒരു ഉപാസകന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഞങ്ങൾ എല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. ഞാൻ ഗൃഹസ്ഥനാണ് 100%. ഇവിടെ എല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. ഗൃഹസ്ഥന്മാർക്കാണ് ഇത്, സന്യാസിക്കല്ല, ബ്രഹ്മചാരിക്കുമല്ല. ശ്രീവിദ്യാ സമ്പ്രദായം പൂർണ്ണമായിട്ട് ഗൃഹസ്ഥാശ്രമിക്കുള്ളതാണ്. തപസ് ചെയ്യേണ്ടത് ഗൃഹസ്ഥാശ്രമിയാണ്. കാരണം ബ്രഹ്മചാരിയല്ല, ബ്രഹ്മചാരി വിദ്യാഭ്യാസമാണ്. സന്യാസി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച ആളാണ്, മന്ത്രം പോലും ഉപേക്ഷിച്ച സന്യാസി. പിന്നെ ആരാ തപസ് ചെയ്യേണ്ടത്? ഗൃഹസ്ഥനാണ്. ഭാരതത്തിലെ പാരമ്പര്യമാണ്. കാരണം എല്ലാ ഋഷികുലങ്ങളിലും എല്ലാവരും ദമ്പതിമാരായിരുന്നു, ഗൃഹസ്ഥന്മാരായിരുന്നു. വിവാഹം നടക്കുന്ന സമയത്ത് ചൊല്ലിക്കൊടുക്കുന്ന സപ്തമി മന്ത്രത്തിൽ പറയുന്നത്, നിങ്ങൾ ഋഷികുലത്തെ പോലെ മാതൃകാ ദമ്പതികളായിരിക്കണം എന്നാണ് ഉപദേശം കൊടുക്കുന്നത്. സപ്തപതിയിൽ വിവാഹ സമയത്ത് 2 പേരും കൂടി ചൊല്ലുന്ന മന്ത്രമാണ്. അപ്പൊ ഇത് മുഴുവൻ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരല്ലാത്ത സന്യാസിമാരെ സ്വീകരിക്കില്ല.
ബ്രഹ്മചാരികൾക്കും സത്യത്തിലുള്ള സ്വീകാര്യമല്ല. കാരണം അവരെ ജോലി ഇതല്ല, അവർ പഠിക്കണം, വിദ്യാഭ്യാസം വേണം. ഗായത്രി മന്ത്രം മാത്രം മതി അവർക്ക്, വിദ്യാർത്ഥികൾക്ക്. അപ്പൊ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ് ഗാർഹിക അന്തരീക്ഷത്തിൽ, ജീവിത സാഹചര്യത്തിൽ ചെയ്യാവുന്ന അപ്പുറത്ത്. കാരണം ഞാൻ പൂർണ്ണമാർത്ഥത്തിൽ ഒരു ഗൃഹസ്ഥനാണ്, മനസ്സിലായല്ലോ. മുഴുവൻ പ്രാരബ്ധം ഒരാളാണ് ഞാൻ. ഗൃഹസ്ഥന്റെ പ്രാരബ്ധം മുഴുവൻ അറിയുന്ന ഒരാളാണ് ഞാൻ. ആകാശത്തിൽ പറയുന്നതല്ല. ഈ വേഷം ഉണ്ടല്ലോ, ഇത് സന്യാസമല്ല കേട്ടോ, ഇതിവിടെ ലാപ്ടോപ്പ് മൂടി വെക്കുന്ന തുണിയാണിത് കേട്ടോ. ഇതിന്റെ കാര്യമൊന്നുമില്ല. ഭംഗിയിലൊന്ന് എടുത്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പൂർണ്ണാർത്ഥം ഞാനൊരു ഗൃഹസ്ഥൻ തന്നെയാണ് കേട്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ബഹളം കേൾക്കാം അടുക്കളയിലെ മറ്റേ പ്രഷർ കുക്കറിന്റെയും കുട്ടികളുടെ ബഹളമായ ശബ്ദങ്ങൾ കേൾക്കും. അതെനിക്ക് മനസ്സിൽ ആശ്രമമൊന്നുമല്ല. തെറ്റിദ്ധരിക്കാൻ ആൾക്കാരുടെ ആശ്രമം തെറ്റിദ്ധരിക്കാറുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ ഒരാള് രാവിലെ അവിടെ നിന്ന് മുട്ടി, എന്നിട്ട് അയാൾക്ക് മനസ്സിലായില്ല. നമ്മുടെ ആശ്രമത്തിലേക്ക് എപ്പോഴാണ് പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ആശ്രമം, ഗൃഹസ്ഥാശ്രമമാണ്. അപ്പൊ ആശ്രമത്തിനാണ് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ്. ശരി, നമസ്കാരം. നമസ്കാരം. എനിക്ക് അറിയണ്ട, എനിക്ക് ഇതുമായിട്ട് സാധാരണഗതിയില് പൂജകളോ ഇതുപോലെ സാധനങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടുള്ള ഒരാളല്ല. ആദ്യമായിട്ടാണ് ഇതുപോലൊരു അവസരം കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ? ഇത് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? ഇപ്പൊ പലപ്പോഴും സാധനങ്ങളൊക്കെ മുടങ്ങിയാൽ പ്രശ്നം വരും, ദോഷമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും, എത്ര സമയം നമ്മൾ ദിവസം തോറും ചെയ്യേണ്ടതാണോ, അത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സിസ്റ്റം എന്താണെന്നുള്ളതെന്ന് പറയാമെങ്കിൽ ചെറുതായിട്ട് പറയാം. ഉപാസന നിത്യേന ചെയ്യേണ്ടതാണ്, മനസ്സിലായല്ലോ. അപ്പൊ അത് നിത്യേന വേണം. നമ്മൾ നിത്യേന സമയം കണ്ടെത്തണം കേട്ടല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റി വെച്ച് തീരും. പക്ഷെ അത്ര കൂടുതൽ സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്രയും ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ ചേച്ചി പറഞ്ഞു, അമേരിക്കയിലെ ചേച്ചി, അവർ ജയശ്രീ ചേച്ചി, അവർ വക്കീലാണ്, ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യുന്ന പ്രായമുള്ളവരാണ്. അവർ വീട്ടിൽ ജോലിക്കാരൊന്നുമില്ല. അവർ സാധനം പറയാറുണ്ട്, അവർ കാർ ഓടിച്ചു വിട്ടാണ് ജോലി എടുക്കാൻ. വീട്ടിൽ ജോലിക്കാരില്ല അവർക്ക്. ഭാര്യയും ഭർത്താവ് രണ്ടുപേരും, അവരുടെ ഹസ്ബൻഡും കൂടെ തന്നെ അവരുണ്ട്, മക്കളൊക്കെ വേറെ സ്ഥലത്ത് താമസിക്കുക. അപ്പൊ അത്രയും പ്രാരബ്ധമുള്ള ഒരാ വീട്ടമ്മ ഇത്രയും പ്രായത്തിൽ കൊണ്ടുപോകണമെങ്കിൽ തീവ്രമായ ആഗ്രഹം വേണം. ആകെ വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ വെള്ളം കുടിക്കപ്പെടാ ദാഹിക്കുമ്പോഴല്ലേ. നിങ്ങൾ തീവ്ര ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പരിശ്രമം ചെയ്യുക ലേഖനയും. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കണം. ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് ബോധ്യമാവണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ എളുപ്പം. സാഹചര്യം നമുക്ക് സൃഷ്ടിക്കണം. പ്രത്യേകിച്ചുകൊണ്ട് ഈശ്വരാരാധന തുടങ്ങിയ ഈശ്വരൻ നമുക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കി തരും മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഞങ്ങളുടെയൊക്കെ അനുഭവമാണ്. ശ്രേഷ്ഠാചാര സഭ ചെയ്യാൻ പറഞ്ഞു 33 വർഷം നിരന്തരമായിട്ട് പോയി ചെന്നു. ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് പണ്ടൊരു 10-20 വർഷം മുൻപ് ക്ലാസ് വന്ന ഒരാൾ ഇന്ന് എന്നെ കാണാൻ വന്നു. ഒരു അമ്മ, 2 വീട്ടമ്മമാരാ. സാധനം മുടക്കുന്നില്ല, അവർ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നേരിട്ട് കാണാൻ പോയിട്ട് വർഷങ്ങളായി. പക്ഷെ അവർ ആ തീവ്രമായ ഒരു അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട്. ശരി, നമസ്കാരം സ്വാമി. നമസ്കാരം. സ്വാമി വിളിക്കില്ല, എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്. ഞാൻ എന്തിനാണ് വിളിച്ചു? ഈ നമ്മൾ കേട്ടുള്ള ഈ അയ്യ വൈകുണ്ഠ സ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠയാണ് ചെയ്തു എന്ന് പറഞ്ഞു. അയ്യ വൈകുണ്ഠ സ്വാമികൾ, അപ്പോൾ അത് ശ്രീവിദ്യ സമ്പ്രദായമായിട്ട് ബന്ധത്തിൽ വരുന്നതാണോ? അത് ഇദ്ദേഹം എവിടുന്ന സിദ്ധി വന്ന എവിടുന്ന സിദ്ധി ഈ മരുത്തോമരയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അയ്യ വൈകുണ്ഠ സ്വാമികളുടെ സിദ്ധി വന്നത് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലാണ്. അവിടെ ബാലസുബ്രഹ്മണ്യനാണത്. ഈ ശ്രീവിദ്യയോട് ബന്ധപ്പെട്ടൊരു മന്ത്രം തന്നെയാണ് ബാലസുബ്രഹ്മണ്യ മന്ത്രം. അതിന് കാരണം അദ്ദേഹത്തിന്റെ ശബ്ദത്തിനകത്ത് പോലും ശ്രീവിദ്യയുടെ ഒരു ബീജാക്ഷരമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ പോലും ആ ബീജാക്ഷരം ഉണ്ട്. പിന്നെ പലതും കൊണ്ടും കണ്ണാടി പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കാം. കണ്ണാടിയെ പ്രതിഷ്ഠിക്കാൻ കാരണം ശരിക്കത്തെ എന്താ ഒരു മൂർത്തിഭാവത്തിലല്ല ദേവതയെ പ്രതിഷ്ഠിച്ചതെന്നാണ് അർത്ഥം. ഒരു അമൂർത്തമായിരിക്കുന്ന അതാണല്ലോ ഈശ്വര ചൈതന്യം. അതിനെ സ്വാംശീകരിക്കാനുള്ള ടെക്നിക്കാണ് ശ്രീവിദ്യ. അമൂർത്തമാണ്, പ്രത്യേകിച്ച് രൂപല്യനാണ്. രൂപാതീതമായത് എന്താണ്? ഈശ്വരൻ തന്നെയാണ്. നമുക്ക് പോയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഭാവന ആരാധിക്കാൻ പറ്റും. അതുകൊണ്ട് പണ്ട് കാലത്ത് കുടുംബങ്ങളിൽ വാൽക്കണ്ണാടി വെക്കാൻ കാരണം അതുകൊണ്ടാണ്.
കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറഞ്ഞ മുഖം നോക്കുന്ന കണ്ണാടിയല്ല കേട്ടോ. വാൽക്കണ്ണാടി എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് കുലദേവത ആരാധിച്ചിരുന്ന കണ്ണാടിയാണ്. പ്രത്യേകത. പലരും തെറ്റിദ്ധരിയാതെ മുഖം നോക്കുന്ന കണ്ണാടിയല്ല, അത് വാൽക്കണ്ണാടിയാണ്. ഇപ്പോഴും പല കുലദേവതാ സ്ഥലങ്ങളിലും കാൽക്കണ്ണാടിയാണ്, ഇതിലൂടെയാണ് ദേവതയെ ആരാധിക്കാറുള്ളത്. മനസ്സിലായി? അപ്പൊ അമൂർത്തമാണ്. മൂർത്തം, ഒരു മൂർത്തിഭാവമില്ല. നമുക്ക് ഭാവനയ്ക്കനുസരിച്ച്, ഓരോ സാധകന്മാരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ദേവതയെ ആരാധിക്കാം. അതാണ് ശ്രീവിദ്യ, പൂർണ്ണതയാണത്. ശരി. ചേട്ടാ, ചോദ്യം, ഉപാസനമൂർത്തി വേറെയാണെങ്കിൽ ശ്രീവിദ്യ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഉപാസനാമൂർത്തിയെ കൂടെ ആരാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് വിടരുത്. എന്നാണ് ആരാധിക്കണം. നിങ്ങൾ കുലദേവതയാണ് ഉദ്ദേശിച്ച കുലദേവത ആരാധന ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുലദേവത ആചരിക്കാൻ ഒരു സമ്പ്രദായം കൂടെ പഠിപ്പിക്കുന്നുണ്ട് കൂടെ തന്നെ. അല്ല, വേറെ ഇത് ഉപദേശം സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് വിളിക്കണം. വേറെ മാർഗത്തിൽ നിന്നാണ് ഉപദേശം സ്വീകരിച്ചിട്ട് ഉപാസന പ്രത്യേക വ്യക്തിപരമായ ഉപാസനയാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് വിളിക്കും. നമ്പർ ഒന്ന് മനോജിനെ ശ്രമിച്ചാൽ എൻ്റെ നമ്പർ കിട്ടാം. സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലും പറ്റുമോ എന്നാണ് ചോദ്യം. അത്രേ ഉള്ളൂ. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഇല്ല. ഒരു പ്രത്യേകത. ഉപാസകന്മാർ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഉപാസകന്മാർ, സാധകന്മാർക്ക് ഇത് പറ്റും. ഞാൻ പറഞ്ഞ വിദ്യാർത്ഥിയാകുമ്പോൾ പറ്റില്ല. സന്യാസിമാർക്കുള്ളതുമല്ല. അപ്പൊ ഇടയിലുള്ളവരാരായിരിക്കും? ഒരു പ്രത്യേകത. ഇവിടെ ഭാരതത്തില് ശുദ്ധമായ തന്ത്രത്തിലും ശുദ്ധമായ വേദങ്ങളിലും സ്ത്രീ പുരുഷ ഭേദമേ കരുതിയിട്ടില്ല. പാഞ്ചാലി സ്ത്രീയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവൻ മുൻപോട്ട് കൊണ്ടുപോയ പാഞ്ചാലി ജീവൻ നേടിയ സൂര്യോപാസനയിലൂടെയാണ്, ഗായത്രി മന്ത്ര സാധനയിലൂടെയാണ് പാഞ്ചാലി ആ ജീവിതത്തിലെ പ്രാരബ്ധം മറികടന്നത്. സാവിത്രി സ്ത്രീയാണ്. അപാലം സ്ത്രീയാണ്. ഭാരത പല ഋഷി പരമ്പരയിൽ പലരും ഋഷിമാരാണ്, ദേവിമാരാണ്, സ്ത്രീകളാണ്. അപ്പൊ അതുകൊണ്ട് ഭാരതത്തിന്റെ പാരമ്പര്യം സ്ത്രീയെ വേറെ കാണലല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് പറ്റിയ ഉപാസകൻ മാത്രമല്ല, നമ്മുടെ പരമ്പരയുടെ പ്രത്യേകത. നമ്മൾ ഗുരു പരമ്പരയിൽ മിക്കവാറും എല്ലാ ഗുരുനാഥന്മാരെയും നമ്മൾ സ്മരിക്കണം. ഈ ഗുരു പരമ്പര സ്മരിക്കുന്ന സമയത്ത് അവരെ ശക്തി സമേതനായിട്ടുള്ള ഗുരുനാഥനാണ്. അവരെ കൂടെ പത്നിമാരെ കൂടെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഗുരുനാഥനെ സ്മരിക്കാറ്. അവർ പൂർണ്ണദീക്ഷിതരാണ്. നമ്മുടെ ഗുരുനാഥന്മാരെ പോലെ തന്നെ അവരുടെ ഗുരു പത്നിമാരും പൂർണ്ണദീക്ഷിതരാണ്. എൻ്റെ പത്നി വാസന്തി അവർ മാധവജിയുടെ ശിഷ്യയാണ്, പൂർണ്ണദീക്ഷിതരാണ്. 22-23 വയസ്സവർക്ക് പൂർണ്ണദീക്ഷ പഠനം മാധവജി. തുടർന്ന് ഞങ്ങൾ വിവാഹപൂർവ്വം നടക്കണം. അപ്പൊ അതുകൊണ്ട് അനുഭവത്തിൽ വിളിച്ച് ഞാൻ പറയും, സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയില്ല. സ്ത്രീകളില്ല, ഉപാസകന്മാരും സാധകന്മാർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഭാരതത്തിലെ പാരമ്പര്യം. ഒരിക്കലും ഋഷിമാരെ നോക്കി കാണാറില്ല. എല്ലാ ഋഷിമാരും കുടുംബസമേതമാണ് അവിടെ ചെയ്യാം. ഉപാസകന്മാരാണ്. അതുകൊണ്ട് ഭാരതത്തിലെ പാരമ്പര്യം സ്ത്രീകളെ വേറെ കരുതുന്ന. മനുവിനെയാണ് നമ്മൾ എല്ലാവരും പറയുക സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷെ മനു പോലും പറഞ്ഞത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. എത്ര നര്യസ്തു പൂജ്യന്തേ രമന്തേ സ്തത്ര. എവിടെയാണ് സ്ത്രീയെ പൂജിക്കുന്നത് അവിടെ ദേവതകൾ കളിയാടും എന്നതാണ് ഭാരതീയ പാരമ്പര്യം. സ്ത്രീക്ക് ഒരു പ്രശ്നവുമില്ല. നമസ്തേ ഗുരുനാഥ. നമസ്കാരം. നമസ്കാരം. പൂർണ്ണദീക്ഷ പൂർണ്ണദീക്ഷ എന്ന് പറയുന്നത് സാധന മുൻപോട്ട് കുറെ പോയി കഴിയുമ്പോൾ, സാധന മുൻപോട്ട് പോയ സമയത്ത് ഗുരുനാഥൻ ശിഷ്യന് കൊടുക്കുന്ന ദീക്ഷകൾ സാധാരണ ദീക്ഷ ശ്രവണമായിട്ട് ചെവിയിലാണ് പറഞ്ഞു കൊടുക്കുക. ചില ദീക്ഷകൾ കലശദീക്ഷയായിട്ട് കൊടുക്കുക. അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠ നടക്കുന്നത് കലശദീക്ഷയാണ്. അതേപോലെ കലശദീക്ഷ ശിഷ്യന് കൊടുക്കാറുണ്ട്. ഇങ്ങനെ പല ദീക്ഷ കൊടുക്കും. അതിനകത്ത് പൂർണ്ണമായിട്ടും ശിഷ്യൻ വികസിച്ചു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു ക്രമമാണ് പൂർണ്ണദീക്ഷ എന്ന് പറയുന്നത്. 4-5 തരത്തിലുള്ള ദീക്ഷാക്രമങ്ങൾ ചേർന്നതാണ് പൂർണ്ണദീക്ഷ. ആ സമയത്ത് ഗുരുപാതുക എന്ന് പറഞ്ഞ മന്ത്രം ശിഷ്യന് കൊടുക്കും. അത് ഗുരു പരമ്പരയുടെ തപശക്തി നേരിട്ട് അങ്ങ് ഉയർത്തിക്കൊണ്ടുപോയി ചെയ്യുന്നു. ആ പരമ്പരയെ പൂർണ്ണ ഉയർത്തുന്നതാണ് പൂർണ്ണത.
ഗുരുത്വമാണല്ലോ പൂർണ്ണത. ലഘുത്വത്തിൽ ഗുരുത്വത്തിലേക്കുള്ള വികാസമാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരു ശ്രമമാണ് പൂർണ്ണദീക്ഷ എന്ന് പറയുന്നത്, ചുരുക്കി പറയുന്നത്. ശരി. ശരി ശരി. ശ്രീവിദ്യ ഉപാസകർക്ക് കരിമ്പ് വർജ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ പറയാം. കരിമ്പ് ഇതിനെ നിർബന്ധമൊന്നുമില്ലല്ലോ. മുന്നോട്ട് പോകുമ്പോൾ പറയാം. മുന്നോട്ട് പോട്ടെ, കുറച്ച് ഗൗരവത്തിലെ കാര്യങ്ങൾ പറയാം. അപ്പോൾ സാധനം മുന്നോട്ട് പോകുന്നത് മനസ്സാവും. കേട്ടല്ലോ എന്തുകൊണ്ടാണ്. കാരണം അതിപ്പോൾ പറയുന്ന വിശദീകരിച്ച് 1/2 മണിക്കൂർ എടുക്കും. വളരെ കൃത്യമായ ചോദ്യമാണത്. പക്ഷെ ഇപ്പോൾ അത് അപ്രസക്തവും അത് വിശദീകരിച്ച് 1/2 മണിക്കൂറെങ്കിലും ചുരുങ്ങി എടുക്കേണ്ടി വരും. അതുകൊണ്ട് വിശദമായ ചോദ്യമാണ്. സഹസ്രനാമത്തിൽ കരിമ്പ് എന്താണെന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്രമമാണ് കരിമ്പെന്ന് ഉദ്ദേശിക്കുന്നത്. മനോരൂപേക്ഷു കോദണ്ഡ എന്ന് കേട്ടില്ലേ? അതിന് വ്യാഖ്യാനമായി മനോരൂപേക്ഷു കോദണ്ഡ എന്ന് ലളിതാസനം പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് കൃത്യം മനസ്സിലാവും. ശരി, നമുക്ക് എല്ലാവർക്കും നമസ്കാരം. നാമം ജപിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരെയും ക്ലാസ്സിൽ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിന് അവസാനിപ്പിക്കാം. 1 2 ക്ലാസ്സുകൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടാൽ വീണ്ടും കാണാം.